ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ഓൺലൈൻ വർക്ക്ഷോപ്പിന്റെ സെക്കൻഡ് ക്ലാസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു ഡിഗ്രി ലെവൽ യോഗ്യതയുള്ള അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഉള്ള ഒരു വിദ്യാർത്ഥിക്ക് എഴുതാൻ പറ്റാവുന്ന എക്സാംസ് എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോ ഈ രണ്ട് ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എക്സാം ആയിട്ടുള്ള SSCയുടെ കീഴിൽ വരുന്ന SSC CGL CHS മുതലായ എക്സാംസ് നമുക്ക് എങ്ങനെ എഴുതാമെന്നും, അതുപോലെ തന്നെ ബാങ്ക് എക്സാംസ് ഏതൊക്കെ ടൈപ്പ് ബാങ്ക് എക്സാംസ് ആണ് വരുന്നത്, ഏതൊക്കെ എക്സാംസ് നമുക്ക് എഴുതാൻ പറ്റും, എങ്ങനെയാണ് അതിന്റെ ഒരു ഏജ് ലിമിറ്റ് വരുന്നത്, അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റാവുന്ന വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് എക്സാംസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു. ഈ എക്സാംസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എക്സാംസിനും ഓൾമോസ്റ്റ് നമുക്ക് വരുന്നത് സെയിം സിലബസ് തന്നെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വേറെ ടൈപ്പ് ഓഫ് എക്സാംസ് ആണ് നമ്മുടെ ഇൻഷുറൻസ് സെക്ടറിലുള്ള എക്സാംസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇൻഷുറൻസ്, നിങ്ങൾക്കൊരു വണ്ടി ഉണ്ട് എങ്കിലൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് നടത്താനായിട്ട് നിങ്ങൾ ഒരു ഇൻഷുറൻസ് സ്ഥാപനത്തിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കും. അവിടെ നിങ്ങളെ ഏറ്റവും അധികം അട്രാക്ട് ചെയ്യിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആളുകൾ വളരെ കുറവായിരിക്കും. അതായത് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും വളരെ കുറവായിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനീസ് നമ്മൾ കാണുന്നത്, അല്ലെ? ഒരു ബാങ്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ ഫുട്ഫോൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മളൊരു അട്രാക്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാങ്ക് എംപ്ലോയിക്ക് കിട്ടുന്ന പോലെ തന്നെ സാലറി ഇൻഷുറൻസ് മേഖലയിൽ നമ്മൾ ജോലി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതിനൊപ്പം തന്നെ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമുക്കൊരു ഒരു ഒരു എന്താ പറയുക, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ തരുന്ന ഒരു മേഖലയാണ് ഇൻഷുറൻസ് സെക്ടർ എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു ബാങ്ക് എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു സെയിം സിലബസ് തന്നെയാണ് നമുക്ക് ഇൻഷുറൻസ് മേഖലയിൽ നമുക്ക് എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് കൂടെ മനസ്സിലാക്കി വെക്കാം. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് മേഖലയിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന മെയിൻ ആയിട്ടുള്ള എക്സാംസ് എന്താണ്? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനികളിലെ ഒഴിവുകൾ മാത്രമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രൈവറ്റ് കമ്പനീസ് അവരുടെ വഴിക്ക് വേറെ നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനീസ് ഏതൊക്കെയാണ്, നമുക്ക് എങ്ങനെ എക്സാം എഴുതാൻ പറ്റും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇൻഷുറൻസ് കമ്പനീസിൽ തന്നെ നമുക്ക് വളരെയധികം ഇതായിട്ട് വരുന്ന ഒരു എക്സാം ആണ് NICL AO എന്ന് പറയുന്നത്. NIC എന്ന് നമുക്ക് അറിയാമായിരിക്കും, ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ പേരാണ്. നാഷണൽ ഇൻഷുറൻസ് കമ്പനി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പബ്ലിക് സെക്ടറിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. NICLന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറയുന്ന ഒഴിവിലേക്ക് അവര് സാധാരണഗതിയിൽ കോൾഫോർ ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ ഒരു ബാങ്കിന്റെ TO എന്ന് പറയുന്ന പോലെ തന്നെ ഉള്ള ഒഴിവാണ്. സ്കെയിൽ 1 എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒഴിവിനെയാണ് നമ്മൾ സ്കെയിൽ 1 പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ കയറി സ്കെയിൽ 1, സ്കെയിൽ 2, സ്കെയിൽ 3 എന്ന് പറയുന്നത് കയറി പോകും. അപ്പൊ ഏറ്റവും എൻട്രി ലെവലിൽ വരുന്നതായിട്ടുള്ള ഒരു ജോബാണ് എന്തെന്ന് പറയുന്നത് NICLന്റെ AO എന്ന് പറയുന്നത്. ബാങ്ക് പോലെ തന്നെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ഓഫീസർ ഗ്രേഡ് ജോബുകളുടെയും നമ്മുടെ എൻഡ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 വയസ്സാണ്. അവിടെയാണ് SSCക്ക് ഒരു ചെറിയൊരു പ്രശ്നം വരുന്നത്. എന്താണ് SSCയുടെ പ്രശ്നം വരുന്നത്? SSCയുടെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്രീം ആയിട്ടുള്ള പോസ്റ്റുകളുടെ ഒക്കെ എൻഡ് ഏജ് ലിമിറ്റ് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടോ? കേൾക്കുന്നില്ല? ഓക്കെ, ശരി ശരി. അപ്പൊ ഒന്നുകൂടെ പറയാം കേട്ടോ. തുടക്കം തൊട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ക്ലിയർ ആണോ ഗോപിക? ഇപ്പൊ ഓക്കെയാണ്. ശരി, സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കുറെ പറഞ്ഞു പോയി, വീണ്ടും പറയാം, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ ബാങ്കിങ് എക്സാംസ് പോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റാവുന്ന ഒരു എക്സാം ആണ് ഇൻഷുറൻസ് മേഖലയിലുള്ള എക്സാം എന്ന് പറയുന്നത്. ഇൻഷുറൻസ് മേഖലയിലെ എക്സാമുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ജോലി കെട്ടി കയറി കഴിഞ്ഞാലും നമുക്ക് ബാങ്കിലെ ജോബ് പോലെ നമുക്ക് അത്രയും ഒരു വർക്ക് ഷെഡ്യൂൾ വരുന്ന ഒരു ജോബ് അല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അല്ലെ? നിങ്ങൾ അടുത്തുള്ള ഒരു ഇൻഷുറൻസ് മേഖലയിൽ പോവുകയാണെങ്കിൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കാണാം അത്ര തിരക്കൊന്നും അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്.
പക്ഷെ നമ്മുടെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം സാലറി സ്ട്രക്ചർ തന്നെയാണ് നമുക്ക് നമ്മുടെ ഇൻഷുറൻസ് മേഖലയിലും വരുന്നത്. ബാങ്ക് POക്ക് കിട്ടുന്ന അതേ ഒരു സാലറി തന്നെയാണ് ഇൻഷുറൻസിൽ നമുക്ക് വരുന്നത്. സെയിം സിലബസ് തന്നെയാണ് നമ്മുടെ എക്സാമിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയതായിട്ട് നമുക്ക് വേറെ ഒന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഷുറൻസ് മേഖലയിൽ വരുന്നതായിട്ടുള്ള ഏതൊക്കെ എക്സാംസ് നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയണേ. എനിക്ക് തോന്നുന്നു സ്ക്രീൻ നമുക്ക് കാണുന്നില്ല എന്നുള്ളത് അല്ലേ? ശരി. ഇപ്പൊ നമുക്ക് കാണുന്നുണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ ഇൻഷുറൻസ് മേഖലയിൽ നമ്മൾ എഴുതുന്ന പ്രധാനപ്പെട്ട എക്സാംസ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൺലി പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനീസ് ഏതാണോ അത് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ എഴുതാൻ പറ്റാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു എക്സാം ആണ് എന്ത് NICL AO എന്ന് പറയുന്നത്. NICL എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ്? നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് അല്ലെ? നാഷണൽ ഇൻഷുറൻസ് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഇതിന്റെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് വരുന്നത് 21 മുതൽ 30 വയസ്സ് വരെയാണ്. നമ്മൾ ബാങ്ക് എക്സാംസിലുള്ള അതേ അഡ്വാൻറ്റേജ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 വയസ്സ് വരെയുള്ള ആൾക്കാർക്കും ഇവിടെ എഴുതാനായിട്ട് പറ്റുന്നതാണ്. SSC നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം 32 വരെ എഴുതാൻ പറ്റുമെങ്കിലും ഒരു ക്രീം ജോബ് അല്ലെങ്കിൽ നല്ലൊരു ശതമാനം SSCയുടെ ജോബ്സ് നമുക്ക് 27 ആണ് നമ്മുടെ മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത്. ചില ജോബുകൾക്കാണ് 30 വരെ വരുന്നത്, ചില ജോബുകൾക്ക് 32 വരുന്നത്. ഇവിടെ പക്ഷെ അങ്ങനെ വരുന്നില്ല. ഇവിടെ ഇതിന്റെ താഴെ വരുന്ന എല്ലാ ജോബ്സും നമുക്ക് എന്ത് എഴുതാൻ പറ്റുന്നത് 30 വയസ്സ് വരെയുള്ള ഒരാൾക്ക് എഴുതാനായിട്ട് പറ്റും. ഇപ്പൊ ഇവിടെ വേറെ പ്രത്യേക കാര്യം പറയുന്നുണ്ട്. എന്താണ്? മാർക്കിന്റെ കാര്യം പറയുന്നുണ്ട് അല്ലെ? നമ്മൾ ഡിഗ്രി സാധാരണ രീതിയിൽ പാസ്സായ പോലെ 60% മാർക്സോട് കൂടി നമ്മൾ പാസ്സായാൽ മാത്രമേ നമുക്ക് NACL AO എന്ന് പറയുന്ന എക്സാം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കി വെക്കാം. ഇനി ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മൾ കോമൺലി നമ്മുടെ ഒരു ബാങ്ക് എക്സാമിന് കാണുന്ന സെയിം സിലബസ് തന്നെയാണ്. റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, കമ്പ്യൂട്ടർ നോളജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് തന്നെയാണ് വരുന്നത്. ഇംഗ്ലീഷിന്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ടായിരിക്കും. അതിലെ മാർക്ക് വലിയ ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. അത് ജസ്റ്റ് ഒരു ക്വാളിഫയിങ് നേച്ചറിലുള്ള ഒരു പേപ്പർ മാത്രമാണ്. ഇവിടെ 2 ടിയർ എക്സാംസ് ഉണ്ടായിരിക്കും. ഒരു പ്രിലിംസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഒരു മെയിൻസ് എക്സാം ഉണ്ടായിരിക്കും എന്നും കൂടെ നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ ആണ്? അങ്ങനെയാണെങ്കിൽ അതേപോലെ നമുക്ക് എഴുതാൻ പറ്റാവുന്ന അടുത്ത എക്സാംസ് എന്താണെന്ന് നമുക്ക് നോക്കാം. NIACL വരുന്നത്. ഇപ്പൊ NICL എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻഷുറൻസ് ആണ്. ഇവിടെ വരുന്നത് എന്താണ്? ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയാണ് അല്ലെ? ഇതും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പബ്ലിക് സെക്ടറിലുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയാണ്. സെയിം സെറ്റ് തന്നെയാണ് വരുന്നത്. 60% മാർക്സ് ഉണ്ടാവണം. 30 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് എഴുതാനായിട്ട് പറ്റും. നമുക്ക് വരുന്ന സിലബസ് എന്ന് പറയുന്നത് സെയിം സിലബസ് തന്നെയാണ്. പ്രിലിംസ് എക്സാം ഉണ്ടായിരിക്കും, മെയിൻസ് എക്സാം ഉണ്ടായിരിക്കും, ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. മനസ്സിലാക്കി വയ്ക്കും. ഓക്കെ. അപ്പൊ 2 എക്സാംസ് നമുക്ക് പബ്ലിക് സെക്ടറിൽ എഴുതാൻ പറ്റാവുന്ന 2 എക്സാമിനെ കുറിച്ച് നമുക്കൊരു ധാരണ നമുക്കുണ്ടായി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ കാണുന്നില്ലേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്ന് ജസ്റ്റ് നോക്കി അടിച്ച് കാണാം, കുഴപ്പമില്ല അല്ലെ? ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റാവുന്ന അടുത്തൊരു എക്സാം എന്ന് പറയുന്നത് വേറെ OICL AO എന്ന് പറയുന്നത് അല്ലെ? ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണ് കേട്ടോ. അപ്പൊ സ്കെയിൽ സെയിം തന്നെയാണ്. സ്കെയിൽ 1 വരുന്നു. മിനിമം ഒരു ഡിഗ്രി, ബാച്ചിലേഴ്സ് ഡിഗ്രി നമുക്ക് ഉണ്ടാവണം. 30 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഇവിടെ എഴുതാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ 200 മാർക്കിന്റെ ഒരു ഒബ്ജക്റ്റീവ് പേപ്പർ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. എന്താണ് പറയുക? റീസണിങ്ങും ലാംഗ്വേജും ഇതൊക്കെ വരുന്നത് തന്നെയാണ്. സെയിം തന്നെയാണ്, വേറെ പ്രശ്നമില്ല. ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ വരുന്നുണ്ട്. പ്രിലിംസ് ഉണ്ടായിരിക്കും, മെയിൻസ് ഉണ്ടായിരിക്കും. സാധാരണഗതിയിൽ തന്നെ ഒരു ഓഫീസർ ഗ്രേഡിലുള്ള പോസ്റ്റ് ആണെങ്കിൽ അവിടെ ഇന്റർവ്യൂ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനി അതേപോലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വേറെ ജോബാണ് LIC. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? LIC ഇതുപോലെ തന്നെ പല ജോബുകളും അവർ കോൾ ഫോർ ചെയ്യാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ജോബാണ് LICയുടെ AAO എന്ന് പറയുന്നത്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണ് വരുന്നത്. അവിടെ വരുന്നതൊക്കെ സ്കെയിൽ 1 തന്നെയാണ്. സ്റ്റാർട്ടിംഗ് ലെവലിൽ വരുന്ന എല്ലാം സ്കെയിൽ 1 തന്നെയാണ് വരുന്നത്. സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ്. ഡിഗ്രി വരുന്നു. 21 മുതൽ 30 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്നതാണ്. സെയിം സെറ്റ് തന്നെയാണ്. പ്രിലിംസ് വരുന്നുണ്ട്, മെയിൻസ് എക്സാം വരുന്നുണ്ട്, അതേപോലെ നമുക്ക് ഇന്റർവ്യൂ വരുന്നുണ്ടെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കും.
ഇനി എഴുതാൻ പറ്റുന്ന വേറെ എക്സാം ആണ് നാഷണൽ ഇന്ത്യയുടെയും നാഷണൽ എക്സാം അല്ലെങ്കിൽ ന്യൂ ഇന്ത്യ അഷുറൻസിന്റെ ഒക്കെ നമുക്ക് അസിസ്റ്റന്റ് ഗ്രേഡിൽ എക്സാം വരുന്നുണ്ട്. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഓഫീസർ ഗ്രേഡിൽ വരുന്ന എക്സാം ആണ്. ഇനി ക്ലറിക്കൽ ലെവലിൽ നമുക്ക് എഴുതാൻ പറ്റാവുന്ന എക്സാംസ് ആണ് NICL അല്ലെങ്കിൽ NIACLന്റെ അസിസ്റ്റന്റ് ലെവൽ എക്സാംസ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വരുന്നത് ഗ്രാജുവേഷൻ തന്നെയാണ് വരുന്നത്. നമുക്ക് +2 ഇതൊന്നും വരുന്നില്ല അല്ലെ. നമ്മൾ പറഞ്ഞു ബാങ്ക് എക്സാം ആണെങ്കിൽ നമുക്ക് ക്ലറിക്കൽ പോസ്റ്റ് ആണെങ്കിൽ പോലും മിനിമം ഗ്രാജുവേഷൻ വേണം. അതേപോലെ തന്നെയാണ് ഇൻഷുറൻസിലും മിനിമം നമുക്ക് ഗ്രാജുവേഷൻ വേണം. നമ്മുടെ ഏജ് ലിമിറ്റ് വരുന്നതും സെയിം തന്നെയാണ്. 21 മുതൽ 31 വയസ്സ് വരെയാണ് വരുന്നത്. സെലക്ഷൻ വരുന്നത് എങ്ങനെയാണ്? പ്രിലിംസ് എക്സാം വരുന്നുണ്ട്, മെയിൻസ് എക്സാം വരുന്നുണ്ട്, അതേപോലെ നമുക്ക് റീജിയണൽ ലാംഗ്വേജിന്റെ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് വരുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഇന്റർവ്യൂ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഞാനൊക്കെ എഴുതിയിരുന്ന സമയത്തും അല്ലെങ്കിൽ അതിനുശേഷമുള്ള കുറച്ച് കാലഘട്ടങ്ങളിലും ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. പല ആളുകളും ഇന്റർവ്യൂ എന്ന കടമ്പ കടക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഔട്ടായ കുറെ ആൾക്കാരെ എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അസിസ്റ്റന്റ് ലെവൽ എക്സാംസിൽ ഇൻഷുറൻസിന്റെ ഇന്റർവ്യൂ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കും. ഇപ്പൊ NICലും NISലും വിളിക്കുന്ന പോലെ തന്നെ LIC കോൾ ഫോർ ചെയ്യാറുണ്ട്. ക്ലറിക്കൽ ലെവൽ പോസ്റ്റുകൾക്കായിട്ട് LIC അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. 18 മുതൽ 30 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് എഴുതാം. പ്രിലിംസ് ഉണ്ടായിരിക്കും, മെയിൻസ് ഉണ്ടായിരിക്കും, ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. അത് നിസ്സാരമായിട്ടുള്ള ഭാഷ നമുക്ക് അറിയുമെന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ മെഡിക്കൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് ലെവൽ ഓഫ് മെഡിക്കൽ ഇതേ വരും. ഓട്ടം ചാട്ടം അങ്ങനത്തെ ഒന്നും വരുന്നില്ല. നമുക്ക് ഇൻഹറന്റ് ആയിട്ടുള്ള വേറെ അസുഖങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ക്രോണിക് ഡിസീസസ് ഒന്നും ഇല്ല എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നോർമൽ ചെക്കപ്പ് മാത്രമാണ്. അതൊന്നും പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പൊ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോസ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ വരുന്ന വേറൊരു പോസ്റ്റ് ആണ് ADO എന്ന് പറയുന്നത്. ഓക്കെ, അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് ഓഫീസർ ആണ്, അപ്രന്റീസ് ഡെവലപ്മെന്റ് ഓഫീസർ ആണ് ADO എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കുറച്ചും കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് ബേസ്ഡ് ആയിട്ടുള്ള ജോബാണ് വരുന്നത്. ഇപ്പൊ നമുക്ക് സാധാരണഗതിയിൽ ADO നമുക്ക് ഓഫീസിൽ ഇരുന്നു കൊണ്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റില്ല. നമ്മൾ ഇൻഷുറൻസ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങേണ്ടതായിട്ടുള്ള അവസ്ഥയാണ് അല്ലെ. കുറച്ചും കൂടെ ഇതൊരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസിലൊക്കെ വരുന്ന ഒരു ടൈപ്പ് ജോബാണ്. എന്താണ്? ബിസിനസ് പിടിക്കുക, ഡെവലപ്മെന്റ് ഓഫീസർ, അപ്രന്റീസ് ഡെവലപ്മെന്റ് ഓഫീസർ എന്ന് പറയുന്നത്. ഇതിന്റെയും വരുന്നത് സെയിം തന്നെയാണ്. 21 മുതൽ 30 വയസ്സ് വരെയുള്ള ഏതൊരു ഗ്രാജുവേറ്റിനും എഴുതാൻ പറ്റാവുന്ന ഒരു എക്സാം തന്നെയാണ്. മാർക്കറ്റിംഗ് എന്നുള്ളൊരു മേഖല നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ BCOമോ അല്ലെങ്കിൽ MBAയിലൊക്കെ നിങ്ങൾ മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് ഇല്ല എന്ന് വെച്ചിട്ട് നിങ്ങളെ അവർ എടുക്കാതെ ഇരിക്കുന്നില്ല എന്നും കൂടെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ AO വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വരുന്നുണ്ട്, അതേപോലെ അപ്രന്റീസ് ഡെവലപ്മെന്റ് ഓഫീസർ വരുന്നുണ്ട്, അതേപോലെ അസിസ്റ്റന്റ് വരുന്നുണ്ട്, അതായത് ക്ലറിക്കൽ ലെവലിൽ അത് വരുന്നുണ്ട്. ഈ ന്യൂ ഇന്ത്യ അഷുറൻസ്, അതേപോലെ LIC തുടങ്ങിയതായിട്ടുള്ള എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഓൾമോസ്റ്റ് എല്ലാ വർഷവും തന്നെ ഒരു കോൾ ഫോർ ചെയ്യാറുണ്ട്. പിന്നെയുള്ള ചെറിയ ഡ്രോബാക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ബാങ്ക് ജോലി എന്നൊക്കെ പറയുന്ന പോലെയുള്ള അത്രയും ഒരു ഒഴിവുകൾ ചിലപ്പോൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ചെറിയ നമ്പർ ഓഫ് ഒഴിവായിരിക്കും. ചിലപ്പോൾ ഒരു 200 ഒഴിവുകൾ ഓൾ ഇന്ത്യ ലെവലിൽ ചിലപ്പോൾ ഒരു 200 ഒഴിവോ 300 ഒഴിവൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഓരോ പ്രാവശ്യം അവർ കോൾ ഫോർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് കിട്ടാൻ കുറച്ചും കൂടെ ടഫാണ്. കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് സെറ്റ് ആണെന്നും കൂടെ മനസ്സിലാക്കി വയ്ക്കും കേട്ടോ. സെയിം സെറ്റ് ഓഫ് എക്സാംസ് തന്നെയാണ് വരുന്നത്. പ്രിലിംസ്, മെയിൻസ് എക്സാം, പിന്നെ എന്താണ് ഇന്റർവ്യൂ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു ഓഫീസ് ഗ്രേഡിലെ ടെസ്റ്റ് ആണെങ്കിൽ അവിടെ ഇന്റർവ്യൂ വരുന്നു മനസ്സിലാക്കി വെക്കുക. മെഡിക്കൽ എക്സാം ഒക്കെ ഈസി ആയിട്ടൊക്കെ പാസ് ആവാൻ പറ്റുന്ന ഒരു തന്നെയാണ്. ഇപ്പൊ കോൾ ഫോർ ചെയ്തിരിക്കുന്ന ഒരു ഇതാണ്, എനിക്ക് തോന്നുന്നു ഈ മാസമോ കഴിഞ്ഞ മാസമോ കോൾ ഫോർ ചെയ്തിരിക്കുന്ന ഒരു ഒഴിവാണ് ഈ പറഞ്ഞ LIC HFL ജൂനിയർ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എന്താണ് HFL എന്ന് പറയുന്നത്? ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് ആണ് HFL എന്ന് അല്ലെ. LICയുടെ തന്നെ ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിന് വേണ്ടിയിട്ട് അവർ സെപ്പറേറ്റ് ആയിട്ടാണ് അവർ എക്സാം നടത്തുന്നത്. ജൂനിയർ അസിസ്റ്റന്റ് ആണ്, അതായത് ക്ലറിക്കൽ ലെവലിൽ വരുന്ന യോഗ്യതയാണ്. 30 വയസ്സ് വരെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതാൻ പറ്റും. അവിടെ ഒന്നും റെസ്ട്രിക്ഷൻസ് വരുന്നില്ല. ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഒരു മിനിമം 55% മാർക്സ് വേണമെന്നേ പറയുന്നുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു 55% മാർക്സ് വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പിന്നെ എല്ലാ ജോബുകൾക്കും, പ്രത്യേകിച്ച് ക്ലറിക്കൽ ജോബുകൾക്ക് ഒരു പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി നമുക്ക് ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ പണ്ടത്തെ പോലെ നമുക്കൊരു എന്താ കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് ഉണ്ടാക്കി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരു സിലബസിൽ തന്നെ നമ്മളിപ്പോ കമ്പ്യൂട്ടർ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള ഇപ്പൊ വേർഡ്, എക്സൽ തുടങ്ങിയ സാധനങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതിന് വേറെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും വേണ്ട. ജസ്റ്റ് ഓപ്പറേറ്റിംഗ് ലെവൽ നോളജ് ഉണ്ടാവുന്നത് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ.
അപ്പൊ ഇതിനെങ്ങനെയാണ് എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഒബ്ജക്റ്റീവ് എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒറ്റ എക്സാമാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ആ ഇന്റർവ്യൂവിന് ശേഷം നമ്മൾ ജോലിയിലേക്ക് നമ്മൾ കയറുക. ക്ലിയർ ആണ്? അപ്പൊ ഇതിന് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ജോലിക്കും അല്ലെങ്കിൽ ഇൻഷുറൻസ് ലെവൽ ജോലിക്കും പ്രത്യേകമായിട്ട് ഒരു എക്സ്ട്രാ ഒരു കാര്യം കൂടെ അവർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ക്ലറിക്കൽ ലെവൽ പോസ്റ്റുകൾക്ക് അവർ പറയുന്ന ഒരു കാര്യമാണ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എന്ന് പറയുന്നത്. കാരണം ക്ലർക്കായിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ തന്നെയാണ് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് അല്ലെ. ഒരാൾക്ക് കേരളത്തിൽ തന്നെ പോസ്റ്റ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളം സംസാരിക്കാൻ അയാൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. പക്ഷെ ഒരു ഓഫീസർ ആവണമെങ്കിൽ അങ്ങനെ ആവണമെന്നും ഒരു നിർബന്ധമില്ല. നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് പോസ്റ്റിംഗ് നമുക്ക് കിട്ടാം. അതില്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് പോകണമെങ്കിൽ അങ്ങനെയൊക്കെ പോവാം. അല്ല നാട്ടിൽ തന്നെ വീടിനടുത്ത് മീൻസ് ഒരു ഏകദേശം ഒരു 30-40 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ കറങ്ങിക്കൊണ്ട് നടക്കുന്ന ഓഫീസർമാരും എനിക്ക് വ്യക്തമായിട്ട് എനിക്കറിയാം. എന്റെ കസിനൊക്കെ അങ്ങനെ തന്നെയാണ്. അതായത് നമ്മുടെ ജില്ല, നമ്മുടെ തൊട്ടപ്പുറത്തെ ജില്ല, ഈ 2 ജില്ലകളും ഇങ്ങനെ മാറി 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 ഇങ്ങനെ ട്രാൻസ്ഫേഴ്സ് എടുത്ത് നടക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് വലിയ ദൂരത്തേക്കും പോകാനായിട്ട് അവർക്ക് ആവശ്യം അവിടെ വരുന്നില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. ഓഫീസർ ലെവൽ പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജ് അറിയണമെന്ന് ഒരു നിർബന്ധം ഇല്ല. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, ഹിന്ദിക്കാരൊക്കെ നമ്മുടെ ബാങ്കുകളിൽ വന്ന് വർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ലോക്കൽ ലാംഗ്വേജ് അറിയണമെന്ന് ഒരു നിർബന്ധം വരുന്നില്ല എന്ന് കൂടെ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണ്? ഇനി ഈ പറഞ്ഞ പോലെ ഡിഗ്രിക്ക് 55% മാർക്ക്, 60% മാർക്സ് എന്നൊക്കെയാണ് പറയുന്നത്. അതും ഇന്നത്തെ കാലത്ത് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇനി മാസീവായിട്ട് നമുക്കിവിടെ റിക്രൂട്ട്മെന്റ് വരുന്ന വേറൊരു ബോർഡാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേസ് എന്ന് പറയുന്നത്. അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ജോബാണ്. ഇത്രയും നേരം നമ്മൾ പഠിച്ച നമ്മുടെ ജോബ്സ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ വർഷവും അല്ലെങ്കിൽ കൂടി വന്നതിന് 2 കൊല്ലം കൂടുമ്പോഴെങ്കിലും വരുന്ന ഒരു ജോബ് വേക്കൻസീസ് ആണ് ഇത്രയും നമ്മൾ പഠിച്ചത്. ഇന്ത്യൻ റെയിൽവേസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ കേരള PSCയുമായിട്ട് ഒരു ബന്ധപ്പെട്ട് വരുന്ന ഒരു സംഭവമാണ്. ഏത് കാര്യത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒഴിവുകൾ നികത്തപ്പെടുന്നില്ല. അതായത് എത്ര വർഷം കൂടുമ്പോഴാണ് ഇത് കോൾ ഫോർ ചെയ്യണമെന്നൊന്നും വ്യക്തത ഒന്നും അവിടെ ഇല്ല. ചിലപ്പോൾ 2 വർഷം കൂടുമ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ 3 വർഷം കൂടുമ്പോൾ ഉണ്ടാവാം, 3 വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോൾ വിളിക്കാത്ത അവസ്ഥകൾ ഉണ്ടാവാം. എങ്കിൽ പോലും നമുക്ക് കഴിഞ്ഞ വർഷം ഇന്ത്യൻ റെയിൽവേസ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ SSC ഒക്കെ കോൾ ഫോർ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ വർഷവും നമുക്ക് വിളിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഇന്ത്യൻ റെയിൽവേസ് മാറ്റണം എന്നുള്ള ഒരു രീതിയിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അത് പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആണ്. SSC പോലെ തന്നെ ഒരു കലണ്ടർ അവർ എന്താ പറയാ തലേ വർഷം തന്നെ അവർ കലണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം ടെന്റേറ്റീവ് എത്ര ഒഴിവുകളെന്നോ അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ എക്സാംസ് വരേണ്ടത് എന്നുള്ളൊക്കെ ഒരു ധാരണ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇനി ഇന്ത്യൻ റെയിൽവേയിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒഴിവുകൾ നികത്തപ്പെടുമ്പോൾ അത്യാവശ്യം ഒരു ബൾക്ക് നമ്പർ ഓഫ് ഒഴിവുകൾ എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 2 lakhs to 3 lakhs വരെ ഒഴിവുകൾ പല എക്സാംസിൽ ഇന്ത്യൻ റെയിൽവേയുടെ പല എക്സാംസിലായിട്ട് ഒറ്റ ബൾക്കായിട്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് നികത്തുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ഒരുപാട് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു ജോബാണ് ഇന്ത്യൻ റെയിൽവേസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ റെയിൽവേസിൽ നമുക്ക് എഴുതാൻ പറ്റാവുന്ന ഏതൊക്കെ എക്സാംസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഡിഗ്രി ലെവൽ യോഗ്യത ഉള്ളവർക്കും അതിന് താഴെ യോഗ്യതയുള്ള ആൾക്കാർക്കും ഒക്കെ എഴുതാൻ പറ്റാവുന്ന ഒരു എക്സാംസ് ആണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു എക്സാം എന്ന് പറയുന്നത് RRB NTPC എന്ന് പറയുന്നതാണ്. NTPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എന്നാണ് അർത്ഥം വരുന്നത്. അതായത് ഡിഗ്രി യോഗ്യതയുള്ള എല്ലാ ആൾക്കാർക്കും എഴുതാൻ പറ്റുന്ന എക്സാമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, RRB NTPC എന്ന് നമ്മൾ പറയുന്നത്. ഡിഗ്രി യോഗ്യതയുള്ള നമ്മൾ ബാങ്കിലെ PO എന്ന് പറയുന്ന പോലെ SSC CGL എന്ന് പറയുന്ന പോലെയുള്ള നമുക്ക് ആ ഒരു ഗ്രേഡിൽ വരുന്ന ഒരു പോസ്റ്റ് ആണ് RRB NTPC. അപ്പൊ ഇതിന്റെ താഴെ വരുന്ന പോസ്റ്റ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കാണാറുണ്ട് അല്ലെ. സ്റ്റേഷൻ മാസ്റ്റർ അല്ലെങ്കിൽ ഗുഡ്സ് ഗാർഡ്, ട്രാഫിക് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ക്ലർക്ക്, TTR അല്ലെ, നമ്മൾ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് നമ്മൾ കാണാറില്ല. ഇപ്പൊ കുറച്ചും കൂടെ അവരുടെ ഡ്രസ്സൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയില്ലേ, കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് അവർ കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആയിട്ടാണ് വരുന്നതാണ്. ഇവരൊക്കെ എങ്ങനെയാണ് അവർ ജോലിയിലേക്ക് കയറിയിരിക്കുന്നത്? ഈ പറഞ്ഞ എക്സാം പാസ്സായിട്ടാണ് ഇവര് കയറിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഡിഗ്രിയും അതേപോലെ ചില എക്സാംസിന് +2 യോഗ്യതയായിട്ടാണ് വരുന്നത്. അങ്ങനെ പാസ്സാവുന്നതാണ്. അപ്പൊ ഇതിലെ ക്രീം ആയിട്ടുള്ള പോസ്റ്റുകളൊക്കെ നമുക്ക് മിനിമം നമുക്കൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി നമുക്ക് വേണം. ഇനി NTPCയുടെ വേറൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ്. ഇപ്പൊ ബാങ്കിലൊക്കെ നമ്മൾ 30 വയസ്സ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ SSC CGL നമ്മൾ 27 വയസ്സ് എന്നൊക്കെ പറയണ പോലെ
നമുക്ക് ഇവിടെ NTPCക്ക് നമുക്ക് 33 വയസ്സ് വരെ നമുക്ക് എഴുതാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അൺലിമിറ്റഡ് നമ്പർ നമുക്ക് എഴുതാം. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും എക്സാം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. SSC ഞാൻ 21 വയസ്സിൽ എഴുതി തുടങ്ങി കഴിഞ്ഞാൽ 21, 22, 23, 24 എനിക്ക് എഴുതാൻ പറ്റും. ഞാൻ NTPC ഒരു 21-ലാണ് എഴുതുന്നതെങ്കിൽ ഒരു പക്ഷേ അടുത്ത എക്സാം വരുന്നത് ചിലപ്പോൾ എന്റെ 24-ാമത്തെ വയസ്സിലാവും, പിന്നെ 27-ലാവും, പിന്നെ 30-ലായിരിക്കും വരിക. അപ്പൊ നമുക്ക് അത്രയും നമ്പർ കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ഏജിന്റെ റിലാക്സേഷൻ അവിടെ വരുന്നുണ്ട്. 33 വരെ എഴുതാൻ പറ്റും. പിന്നെ നമ്മുടെ കാറ്റഗറി അനുസരിച്ച് നമുക്ക് നോർമൽ റിലാക്സേഷൻസ് വരുന്നുണ്ട്. 3 വർഷം OBCക്ക്, 5 വർഷം SC/STക്ക് വരെ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. ഇനി നോക്കൂ, ചില ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾക്ക് വരുന്ന മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 36 വയസ്സ് വരെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കേരള PSC എന്ന് പറയുന്നതിന് ചെറിയ ഛായ ഈ RRBക്ക് വരുന്നുണ്ടല്ലോ അല്ലെ. കേരള PSCക്ക് നമുക്കറിയാം 36 വയസ്സ് വരെയുള്ള യോഗ്യതയുള്ള ആൾക്കാർക്ക് അതിപ്പോ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. 40 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ കേരള PSCക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പൊ 36 എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഏജ് ലിമിറ്റ് തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. ഇനി ഇതിന് താഴെ വരുന്ന അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒഴിവുകൾ വരുന്നുണ്ട്. ഇപ്പൊ ഇതിൽ പറയുന്നുണ്ട് കഴിഞ്ഞതിൽ 8868 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എങ്ങനെ പോയാലും ഒരു 10,000 12,000 ഒഴിവുകൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. വരുന്നത് 7th പേ കമ്മീഷനിലെ ലെവൽ 2 തൊട്ട് ലെവൽ 6 വരെയുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു നമുക്ക് ലെവൽ 2 ടു ലെവൽ 6 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു തിരക്കേടില്ലാത്ത ഒരു സാലറി സ്കെയിലാണ്. 7, 8 അല്ലെങ്കിൽ 9, 10 ഒക്കെ പോകുമ്പോഴാണ് കുറച്ചും കൂടെ ഹയർ ഗ്രേഡ് വരുന്നത്. തിരക്കേടില്ലാത്ത ഒരു സാലറി സ്കെയിലാണ് നമുക്ക് വരുന്നത്. നമ്മളിപ്പോ ഇനീഷ്യൽ ആയിട്ടില്ല, അതായത് ലെവൽ 2 ഏറ്റവും കുറഞ്ഞ ജോബിൽ നമുക്ക് കിട്ടിയതായാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 35,000 രൂപ, ഏറ്റവും കുറഞ്ഞതാണ് കേട്ടോ, ഏറ്റവും കുറഞ്ഞത് 35,000 രൂപയെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ നമുക്ക് സ്റ്റാർട്ടിങ് എല്ലാ പിടുത്തവും കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ പോലെ പെൻഷൻ സ്കീമിലേക്ക് വേണ്ടിയിട്ടൊക്കെ എമൗണ്ടുകൾ മാറ്റി വെക്കും, അതൊക്കെ നമുക്ക് പിന്നെ കിട്ടുന്നതാണ്. എങ്കിൽ പോലും അതൊക്കെ മാറ്റി വെച്ചാലും ഇത് നമുക്ക് ഇൻ ഹാൻഡ് സാലറി ആയിട്ട് നമുക്ക് ഏറ്റവും മിനിമം ഇത്ര എമൗണ്ട് കിട്ടും. ഒരുപാട് ആൾക്കാർ പരിശ്രമിക്കുന്ന ഒരു എക്സാമാണ് RRB NTPC എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി ലെവലുകൾ കൂടിപ്പോയി കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ഗുഡ്സ് ഗാർഡ്, സ്റ്റേഷൻ മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലെവല് സ്കെയിൽ 4, സ്കെയിൽ 5, സ്കെയിൽ 6 ഒക്കെയാണ് വരുന്നത്. അതിന്റെ സാലറി എന്ന് പറയുമ്പോൾ നോക്കൂ, ഏകദേശം ഒരു 60,000 65,000 രൂപയ്ക്കൊക്കെ മേലെ ഇതിന്റെ സാലറി സ്ട്രക്ചർ വരുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം പേ കമ്മീഷൻ 7th പേ കമ്മീഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 8th പേ കമ്മീഷൻ ഒക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ഇൻക്രീസ് നമുക്ക് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇതിന്റെ കൂടെ വരുന്ന അലവൻസ് ഒക്കെ അറിയാവുന്ന കാര്യമല്ലേ. ബേസിക് പേ ഉണ്ടായിരിക്കും, DNS അലവൻസ്, HRA, ട്രാൻസ്പോർട്ട് അലവൻസ്, പിന്നെ എല്ലാ മെഡിക്കൽ ഫെസിലിറ്റീസ്, നമുക്ക് പിന്നെ LTA ടൂർ പോകാനുള്ള, ഫാമിലിയുടെ ഒപ്പം നമുക്ക് ടൂർ പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഫോറിൻ കൺട്രീസ് പോകാം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ പോകാൻ പറ്റും. 2 കൊല്ലം കൂടുമ്പോഴും 4 കൊല്ലം കൂടുമ്പോഴും അങ്ങനെ. പിന്നെ അതേപോലെ തന്നെ മെഡിക്കൽ ബെനിഫിറ്റ്സ് നമ്മുടെ വരുന്നുള്ളതാണ്. മെഡിക്കൽ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമല്ല, നമുക്കും നമ്മുടെ സ്പൗസിനും നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ അവിടെ മെഡിക്കൽ ബെനിഫിറ്റ്സ് വരുന്നത് മനസ്സിലാക്കിയിരിക്കും. ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? എന്റെ മക്കൾ എന്നെ ഡിപ്പെൻഡ് ചെയ്ത ആൾക്കാരാണ് അല്ലെ. അപ്പൊ എന്റെ മക്കൾക്കും വരുന്നുണ്ട്. എന്റെ അച്ഛനും അമ്മയും എന്നെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നതെങ്കിൽ അവർക്കും ഈ പറഞ്ഞ മെഡിക്കൽ ബെനിഫിറ്റ്സ് കിട്ടും കേട്ടോ. ഇത് RRBക്ക് മാത്രമല്ല, SSCയുടെ കീഴിൽ വരുന്ന ജോബ്സിനും ബാങ്കിന്റെ കീഴിൽ വരുന്ന ജോബ്സിനും ഒക്കെ നമുക്ക് കിട്ടുന്ന വലിയൊരു ബെനിഫിറ്റ് ആണെന്നും അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇവിടെ വരുന്നത് 2 സ്റ്റേജിലുള്ള എക്സാം ആണ് വരുന്നത്. Tier 2 വരുന്നുണ്ട്, Tier 1 വരുന്നുണ്ട്, Tier 2 വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് ചില ക്ലറിക്കൽ പോസ്റ്റുകൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. അത് പാസ്സാവണം. 35 വേർഡ്സ് പെർ മിനിറ്റ് ഒക്കെയാണ് കോമൺ ആയിട്ട് പറയാറ്. അതൊന്നും പാസ്സാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങളെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 50-55 വേർഡ്സ് ഒന്നും നിങ്ങൾ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ഓരോ പോസ്റ്റുകൾക്കും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ചില പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫിസിക്കലി ഫിറ്റ് ആവേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പൊ അതിനൊക്കെ അവർ ഓരോ ലെവലുകൾ പറയുന്നുണ്ട്. ആ ലെവലുകൾ നമ്മൾ പാസ്സായി പോകുന്നത് മാത്രമേ വരുന്നുള്ളൂ. ക്ലറിക്കൽ ലെവലൊക്കെ പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകമായിട്ടുള്ള നിങ്ങൾക്ക് കഠിനമായിട്ടുള്ള ഒരു ഫിസിക്കൽ എന്താ പറയുക ആട്രിബ്യൂട്ട്സ് ഒന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കോമൺ ആയിട്ടുള്ള ഏതൊരാൾക്കും പാസ്സാവുന്ന കാര്യം തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ RRB NTPC എന്ന് പറയുന്നത് ഒരു ഡിഗ്രി ലെവൽ യോഗ്യതയുള്ള ഒരാൾക്ക് എഴുതാൻ പറ്റാവുന്ന എക്സാം എന്ന് പറഞ്ഞ പോലെ തന്നെ അടുത്തത് പ്രധാനമായിട്ട് വരുന്ന ഒരു ജോബാണ് RRBയുടെ ഗ്രൂപ്പ് D എന്ന് പറയുന്നത്. ഈ ജോലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ നികത്തപ്പെടുന്ന ജോലികളിൽ ഒന്നാണ് RRB ഗ്രൂപ്പ് D എന്ന് പറയുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വരെ എഴുതാൻ പറ്റാവുന്ന ഒരു എക്സാം ആണ്. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 10ാം ക്ലാസ് യോഗ്യതയാണ് ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് പറയേണ്ടത് അല്ലെ. 22,000 ഒഴിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എങ്ങനെ പോയാലും ഒരു 30,000 35,000 ഒക്കെ ഒഴിവുകൾ വരാറുണ്ട്. അതൊരു മാസീവ് ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണെന്ന് തന്നെ മനസ്സിലാക്കി വെക്കുക. ഏറ്റവും സാധാരണഗതിയിലുള്ള 10ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റാവുന്ന
ഒരു എക്സാം ആണ്. 18 മുതൽ 33 വയസ്സ് വരെയാണ് അവർ ഇതിന്റെ ഏജ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇനി പൊതുവായിട്ട് നമ്മുടെ RRB റെയിൽവേയുടെ എക്സാംസിന് വേണ്ടിയിട്ട് ഒരുപാട് ഡിമാൻഡ് നോർത്ത് ഇന്ത്യയിലേക്ക് ഉണ്ടെന്നുള്ളതാണ്. നോർത്ത് ഇന്ത്യയിലേക്കെല്ലാം ഡിമാൻഡ് ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ RRBക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ബാക്കി സബ്ജക്ട്സ്, അതായത് മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ് എന്ന് പറയുന്ന സബ്ജക്ട്സ് ഒക്കെ ബാങ്കിന് പഠിക്കുന്ന പോലെ തന്നെ നമ്മൾ പഠിക്കണം. പക്ഷെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഇവിടെ പഠിക്കേണ്ടതില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഇംഗ്ലീഷ് ഇവിടെ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാത്ത ഒരാളാണ്, ഇംഗ്ലീഷിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രശ്നമേ വരുന്നില്ല. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, നോർത്ത് ഇന്ത്യൻസിനൊക്കെ സംബന്ധിച്ച് അവർക്ക് ഇംഗ്ലീഷാണ് എപ്പോഴും ഒരു കീറാമുട്ടി എന്ന് പറയുന്നത്. അപ്പൊ അതേ സംബന്ധിച്ച് അവർക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. കുറച്ചും കൂടെ ഈ നോർത്തിൽ നിന്നുള്ള ആൾക്കാരൊക്കെ കയറാനുള്ള റീസണും അത് തന്നെയാണ്. കാരണം അവർ പൊതുവെ നമ്മളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മാത്സിൽ കുറച്ചും കൂടെ ബ്രില്യന്റ് ആണ്, പക്ഷെ ഇംഗ്ലീഷ് കുറച്ചും കൂടെ ഒരു വീക്കാണ്. ആ ഒരു അഡ്വാൻറ്റേജ് വെച്ചുകൊണ്ട് തന്നെ അവർ ഇതുപോലുള്ള ടെസ്റ്റുകൾ, ഇത് RRBയുടെ കീഴിലുള്ള എല്ലാ ടെസ്റ്റുകൾക്കാണ് പറയുന്നത് കേട്ടോ. ഒന്നിനും നമുക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ടതായിട്ടില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. RRB NTPC പോലെ തന്നെ ഗ്രൂപ്പ് ഡി നമ്മൾ ഇതാവുക, ഗ്രൂപ്പ് ഡിയിൽ വരുന്നതായിട്ടുള്ള പോസ്റ്റുകൾ നമ്മൾ ഏകദേശം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ട്രാക്ക് മെയിൻറ്റെയിനർ, പോയിന്റ്സ്മാൻ അല്ലെങ്കിൽ അസിസ്റ്റന്റ്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ PSCയിലൊക്കെ നമ്മൾ പ്യൂൺ ലെവലൊക്കെ ജോലി പറയുന്നില്ലേ, അതേപോലെ വരുന്നതായിട്ടുള്ള ഒരു ജോബാണ് നമ്മുടെ ഗ്രൂപ്പ് ഡി പോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോ ഗ്രൂപ്പ് ഡി വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എങ്കിൽ, എനിക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒന്നും പ്രശ്നമില്ല എങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് RRB ഗ്രൂപ്പ് ഡി എക്സാം എഴുതാനായിട്ട് പറ്റും. അതായത് ഉയർന്ന യോഗ്യത ഉണ്ടെങ്കിലും, ഇപ്പൊ ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ PhDയോ ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഈ പറഞ്ഞ എക്സാംസ് ഒക്കെ എനിക്ക് എഴുതാനായിട്ട് എനിക്ക് പറ്റുമെന്നുള്ളതാണ്. കേരള PSCയിൽ പക്ഷെ അങ്ങനെയല്ല. നമ്മളിപ്പോ ഒരു 7ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു പരീക്ഷയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് പറ്റില്ല. കുറഞ്ഞ യോഗ്യതയുള്ള ആൾക്കാർക്ക് ആ പോസ്റ്റ് എഴുതാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഉയർന്ന യോഗ്യത ഉണ്ടെങ്കിൽ ഉയർന്ന യോഗ്യതയുള്ള നിങ്ങൾക്ക് എക്സാംസ് എഴുതാൻ പറ്റില്ല. ഇവിടെ പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഒരുപാട് ആൾക്കാർ ഗ്രൂപ്പ് ഡി കിട്ടിക്കൊണ്ട് അതിൽ നിന്ന് കയറി പോകുന്നത് കാണാറുണ്ട്. ഇതിന്റെ വേറെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് ചിലപ്പോൾ ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും പോസ്റ്റിംഗ് കിട്ടണമെന്ന് നമുക്ക് നിർബന്ധമില്ല. ചില സമയങ്ങളിൽ നമുക്ക് ഷിഫ്റ്റുകൾ വരാറുണ്ട്. RRBയുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് നൈറ്റ് ഷിഫ്റ്റ്സ് ഒക്കെ അവിടെ കൂടുതൽ വരാറുണ്ട്. അതിപ്പോ ഏത് പോസ്റ്റ് ആണെങ്കിലും നമുക്ക് അറിയാം. എന്റെ ഒരു സുഹൃത്തിനെ അറിയാം, അദ്ദേഹം ഇതേപോലെ തന്നെ അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് പോസ്റ്റിംഗ് കിട്ടി. എനിക്കും അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിംഗ് കിട്ടിയിട്ടതാണ്, പക്ഷെ ഞാൻ പോയിട്ടില്ല. ഇദ്ദേഹം പോയിട്ട് ആൾ വർക്ക് ചെയ്തു, കുറച്ചാൾ വർക്ക് ചെയ്തിരുന്നു. പക്ഷെ ടൈമിംഗ് ഒക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് അദ്ദേഹത്തിന് വേറെ ഒരു മേഖലയിൽ താല്പര്യമുള്ളത് കൊണ്ട് അദ്ദേഹം ആ ജോലി വിട്ടു വരുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് കേട്ടോ. അതിൽ പിടിച്ചു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഈ ജോബുകളൊക്കെ ഇപ്പൊ RRB ഗ്രൂപ്പ് ഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ രാത്രിയിലൊക്കെ നമുക്ക് നിൽക്കേണ്ടതായിട്ട് വരും. ചില സ്ഥലങ്ങളിൽ ഇപ്പൊ ഒരു സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, കുറച്ചും കൂടെ നമുക്കൊരു സുരക്ഷിതമുള്ള ഏരിയ ആണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ ഒരു ട്രാക്ക് മെയിൻറ്റൈനർ ഒക്കെ ആണെങ്കിൽ രാത്രി സമയത്തൊക്കെ ചിലപ്പോൾ നമുക്ക് ട്രാക്ക് നന്നാക്കാനൊക്കെ നമുക്ക് ഓടി വരിച്ച് അവിടെ ചിലപ്പോൾ ഒരു കുറ്റാക്കുറ്റി ഇരുട്ടൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള ചില ആൾക്കാരെ എനിക്കറിയാം. എന്റെ ഇതേപോലെ ഒരു ശിഷ്യ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് ഇതേപോലെ കിട്ടിയിട്ട് ആ പെൺകുട്ടി പോയി, പക്ഷെ എങ്ങനെയൊക്കെ പിടിച്ചു നിന്ന് ആ കുട്ടി അതായിട്ട് ആ ജോലിയുമായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചില ബുദ്ധിമുട്ടുകളോടെ ഉണ്ടാവാമെങ്കിലും ജോലി കിട്ടാൻ വളരെയധികം സാധ്യതകളാണ്. മാത്രമല്ല എക്സാം എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. നമുക്കൊരു ഡിഗ്രി ലെവലോ അല്ലെങ്കിൽ 12th ലെവലിന്റെ ഒന്നും അത്രയൊന്നും ഡിഫിക്കൽട്ടി വരുന്നില്ല. ഡിഗ്രി ലെവലിന്റെ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ തന്നെ വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റാവുന്ന ഒരു എക്സാം ആണ്. പിന്നെ വേറെ കാര്യം പറയുന്നുണ്ട്, കുറച്ചൊരു ഫിസിക്കൽ എഫിഷ്യൻസി നമുക്കിവിടെ ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അതായത് ഓട്ടം ചാട്ടം 35 കിലോമീറ്റർ, 35 കിലോ ആളെ വെച്ചിട്ട് നമ്മൾ ഓടുക, 1000 മീറ്റർ നമ്മൾ ഓട്ടം ഓടുക, അത്രയും വെയിറ്റ്. ലേഡീസ് ആണെങ്കിൽ 20 കിലോഗ്രാം ഭാരം ചുമന്നുകൊണ്ട് 1000 മീറ്റർ ഓടുക. അങ്ങനെ കുറച്ചൊരു ഫിസിക്കൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കാം. ഫിസിക്കലി വെൽ ബിൽഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അതൊന്നും അവിടെ പ്രശ്നം വരുന്നില്ല എന്ന് മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആണ്. അതേപോലെ വരുന്ന വേറെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോബാണ് RRB ALP എന്ന് പറയുന്നത്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ അടുത്ത് കോൾ ഫോർ ചെയ്തിരിക്കുന്ന ഒരു ജോബാണ്. എന്താണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത്? നമുക്കറിയാം, വിമാനം ഓടിക്കുന്ന ആള് പൈലറ്റ് ആണെങ്കിൽ ട്രെയിൻ ഓടിക്കുന്ന ആളെ നമ്മൾ പറയുന്ന പേരാണ് എന്താണ്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അതിനും നോക്കൂ, ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വലിയ ക്വാളിഫിക്കേഷൻ വേണ്ട, 10ാം ക്ലാസ്സും ഒരു ITI മാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിപ്ലോമ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് കയറി പറ്റാവുന്ന ഒരു ജോബാണ് നമുക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത്. ഇവിടെയും വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നൈറ്റ് സമയത്തൊക്കെ നമുക്ക് ഷിഫ്റ്റുകൾ ഉണ്ടായിരിക്കും. അതിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ മാത്രമേ വരുന്നുള്ളൂ. കണ്ടിന്യൂസ് ഷിഫ്റ്റുകളായിരിക്കും. ലീവുകളൊക്കെ എടുക്കാനുള്ള നമുക്ക് പോസിബിലിറ്റീസ് ഒക്കെ കുറച്ച് കുറവായിരിക്കും. റെയിൽവേയുടെ ഒരു പ്രശ്നം അതാണ്. ലീവുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് നമുക്ക് കയറി നമുക്ക് ലീവ് നമുക്ക് എടുക്കാൻ പറ്റണമെന്ന് നമുക്ക് നിർബന്ധമില്ല.
സാലറി വരുന്നതും അത്യാവശ്യം തിരക്കുകളില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് സാലറി വരുന്ന ഒരുപാട് ഒഴിവുകളും ഇവിടെ നിന്ന് നികത്തപ്പെടുന്നുണ്ടെന്ന് കൂടെ മനസ്സിലാക്കി വെക്കും. ഇതും സെപ്പറേറ്റ് ആയിട്ട് നടത്തുന്ന ഒരു എക്സാം ആണ്. നമ്മുടെ സ്ക്രീനിങ് വരുന്നത് ഇങ്ങനെയാണ്. CBT1 2 ടയറിൽ നമുക്ക് എക്സാം ഉണ്ടാക്കി, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. അത് കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കുറച്ചും കൂടെ മെഡിക്കൽ എക്സാമിനേഷൻ വരുന്നത്. A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ശാരീരികമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് പാസ്സാവാനായിട്ട് പറ്റില്ല. A1 എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. ഓട്ടം ചാട്ടം കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ നിശ്ചിത സമയത്തിനുള്ളിലൊക്കെ നമ്മൾ ചെയ്യാൻ മാത്രമുള്ള ഒരു കായിക ക്ഷമത നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടതാണെന്ന് മനസ്സിലാക്കി വെക്കും. ക്ലിയർ ആണ്. അതേപോലെ തന്നെ നമ്മുടെ കോമൺ ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സിന് എഴുതാൻ പറ്റുന്ന എക്സാം പോലെ തന്നെ സാധാരണഗതിയിൽ നമ്മുടെ എഞ്ചിനീയേഴ്സിന് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് RRB JE എന്ന് പറയുന്നത്, അഥവാ RRB ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത്. അതിൽ പ്രത്യേകം അവർ പറയുന്നുണ്ട്, നമ്മൾ JE നമ്മൾ SSC JE നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, അതേപോലെ തന്നെയാണ് RRB JE വരുന്നുണ്ട്. പ്രത്യേകമായിട്ട് നമ്മുടെ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ തുടങ്ങിയത് അല്ലെങ്കിൽ സിവിൽ തുടങ്ങിയതായിട്ടുള്ള നമ്മുടെ മേഖലകളിൽ ഇലക്ട്രോണിക്സ് 4 മേഖലകളുണ്ട്. ഈ മേഖലകളിലൊക്കെ നമുക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ബിടെക് ഉണ്ട് എങ്കിൽ, ഡിഗ്രി ഉണ്ട് എങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ജോബിന് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതും അത്യാവശ്യം ചെറിയ നല്ല രീതിയിലുള്ള ഒഴിവുകൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഏജ് വരുന്നത് 18 to 33 ആണ് കേട്ടോ. അപ്പൊ സാധാരണ ഡിഗ്രി ഉള്ളവർക്കല്ല, ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റാവുന്ന എക്സാം ആണ് RRB JE എന്ന് പറയുന്ന ടെക്നിക്കൽ ലെവലിൽ വരുന്ന എക്സാംസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷെ നമ്മുടെ സ്കെയിൽ നോക്കൂ, പേ ലെവൽ 6 ആണ് വരുന്നത് അല്ലെ. അത്യാവശ്യം നമുക്കൊരു 70,000 75,000 രൂപയ്ക്ക് നമുക്ക് ഇൻഹാൻഡ് സാലറി നമുക്ക് ഈ ഒരു കോഴ്സിൽ നിന്ന്, ഈ ജോലിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എക്സാം വരുന്നത് Tier 1 വരുന്നുണ്ട്, Tier 2 വരുന്നുണ്ട്, പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ. മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഫിസിക്കൽ ടെസ്റ്റ് ഒന്നും അവിടെ വരുന്നില്ല, ഈസി ആയിട്ട് നമുക്ക് പാസ്സാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല, റെയിൽവേയിലെ പോലീസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഈ റെയിൽവേയിലെ പോലീസ് നമ്മൾ ആരാണ് നിയമിക്കുന്നത്, ഇത് സ്റ്റേറ്റ് പോലീസ് ആണോ സെൻട്രൽ പോലീസ് ആണോ, എങ്ങനെയാണ് ഇവർക്ക് ജോബ് കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു എക്സാം വരുന്നുണ്ട്. അത് നമ്മൾ RPF സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ് നമ്മൾ കാണാറുണ്ട് അല്ലെ. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണ്. ആ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് നമുക്ക് ഒഴിവുകൾ അവിടെ നികത്തപ്പെടുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് തന്നെയാണ്. ഒരു 500 മുതൽ 2000 എന്നാണ് ഇവിടെ വേക്കൻസി പറയണമെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇതിന്റെയൊക്കെ ഒരു 2 ടൈംസ് ഒക്കെ നമുക്ക് എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വെറും ഡിഗ്രി മാത്രം യോഗ്യതയായിട്ട് വരുന്ന എക്സാം ആണ്. നിങ്ങളൊരു യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് കേരള കാഡറിൽ, കേരള പോലീസിൽ നമുക്ക് കയറാം, അല്ലെങ്കിൽ നമുക്ക് സെൻട്രൽ ലെവലിൽ നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ റെയിൽവേയിൽ തന്നെ റെയിൽവേയുടെ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ നമുക്ക് ഇതേപോലെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കും കേട്ടോ. അപ്പൊ ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 28 വയസ്സ് വരെയാണ്, അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ കൂടുതലും ഫിസിക്കൽ ലെവലിലുള്ള ആക്ടിവിറ്റീസ് വരുന്നതായിട്ട് ജോബുകളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. കാരണം ഒരു 30-32 ആയി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടം ചാട്ടങ്ങൾ ബുദ്ധിമുട്ടാവും എന്നുള്ളൊരു അസംഷനിലാണ്. ഇവിടെ 20 മുതൽ 28 വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് ഇത് എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നിങ്ങളിപ്പോ ഒരു 26-27 വയസ്സിലൊക്കെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ചാൻസ് വളരെ കുറവാണ്. അല്ല, നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്, നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിട്ട് ഒരാളാണെങ്കിൽ, യൂണിഫോം പോസ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ജോബിലേക്ക് നിങ്ങൾക്ക് കയറാവുന്നതാണെന്ന് മനസ്സിലാക്കി വെക്കും കേട്ടോ. അപ്പൊ ഇതും സെയിം സിലബസ് തന്നെയാണ് കേട്ടോ. ഇംഗ്ലീഷ് നമുക്ക് വരുന്നില്ല, സെയിം സിലബസ്, ജനറൽ അവയർനെസ്, അരിത്തമെറ്റിക്, റീസണിങ്, സെയിം സിലബസ് ആണ് നമുക്കിവിടെ വരുന്നത്. പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ഉണ്ടായിരിക്കും, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, അതേപോലെ ഓട്ടം ഇത്ര മീറ്റർ ഇത്ര സമയത്തുള്ളിൽ എന്ന് പറയുന്നുണ്ടായിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ ചെസ്റ്റ് എക്സ്പാൻഷൻ, അതേപോലെ നമ്മുടെ ഹൈറ്റ്, അങ്ങനെ കുറച്ച് അതിനൊക്കെ മാനദണ്ഡങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പാസ് ആവണം. ഒരു മെഡിക്കൽ ടെസ്റ്റ് വെക്കും, അത് നമ്മൾ പാസ് ചെയ്യപ്പെടുന്നില്ല. അതിപ്പോ എല്ലാ യൂണിഫോം പോസ്റ്റിനും ഉള്ളത് തന്നെയല്ലേ, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ സബ് ഇൻസ്പെക്ടർ വിളിക്കുന്ന പോലെ തന്നെ RPF കോൺസ്റ്റബിൾ ലെവലിലെ യോഗ്യതയിലേക്കും അവര് വിളിക്കാറുണ്ട്. സബ് ഇൻസ്പെക്ടർ ആവണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണം. പക്ഷെ ഒരു കോൺസ്റ്റബിൾ പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 10ാം ക്ലാസ് മാത്രം നിങ്ങൾക്ക് അവിടെ യോഗ്യത മതി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഏജ് ലിമിറ്റിൽ വ്യത്യാസം വരുന്നില്ല, 28 വയസ്സ് വരെ എഴുതാൻ പറ്റുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം 10,000-ന് മേലെ ഒഴിവുകളൊക്കെ സാധാരണഗതിയിൽ നികത്തപ്പെടാറുണ്ടെന്നും കൂടെ ഇതായി വെക്കുക. സ്കെയിൽ 3 ആണ് വരുന്നത്, ബേസിക് പേ ലെവൽ 3 ആണ് വരുന്നത്. അതിന് ഏകദേശം നിങ്ങൾക്ക് ഒരു 26,000 രൂപയൊക്കെ നിങ്ങൾക്ക് 26,000 തൊട്ട് നിങ്ങൾക്ക് ഒരു 35-36 രൂപയ്ക്ക് 37 രൂപ വരെയൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് നിങ്ങളുടെ കയ്യിൽ കിട്ടാനുള്ള ചാൻസ് ഇത് ഉണ്ടെന്നുള്ള മനസ്സിലാക്കി വെക്കുക കേട്ടോ. സിലബസ് ഒക്കെ സെയിം തന്നെയാണ്, വേറെ ഒന്നും ഇതിനു വേണ്ടി നമ്മൾ എക്സ്ട്രാ പഠിക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന നമ്മുടെ ജോബ്സ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ SSCയുടെ ജോബ്സ് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ബാങ്കിങ് ജോബ്സ് എവിടെയൊക്കെയാണ് വരുന്നത് നമ്മൾ പഠിച്ചു.
ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? നമ്മൾ റെയിൽവേയുടെ കീഴിൽ വരുന്നതായിട്ടുള്ള പോസ്റ്റുകൾ പഠിച്ചു, ഇൻഷുറൻസിന്റെ കീഴിൽ വരുന്നതായിട്ടുള്ള പോസ്റ്റുകൾ നമ്മൾ പഠിച്ചു എന്നുള്ളതാണ്. ഈ പറഞ്ഞ എക്സാംസിനൊക്കെ വരുന്ന ഓൾമോസ്റ്റ് സെയിം സിലബസ് തന്നെയാണ്. എല്ലാ വർഷവും ഓൾമോസ്റ്റ് കോൾ ഫോർ ചെയ്യുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് അത്രയും ഓപ്പർച്യൂണിറ്റീസ് എല്ലാ വർഷവും ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ ഒപ്പം തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ രാജ്യത്തെ ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഉണ്ടല്ലോ, PSUs, അതിലേക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ഈ നിയമനങ്ങൾ നടത്താറുണ്ട്. ഇതുപോലെയുള്ള റിക്രൂട്ട്മെന്റ് വഴി നിയമനങ്ങൾ നടത്താറുണ്ട്. അത് പലപ്പോഴും പല ആൾക്കാരുടെയും കണ്ണിൽ പെടാറില്ല. അത് എന്താണ് സ്ഥാപനം എന്നൊന്നും പലരും നോക്കാറില്ല. പലപ്പോഴും നമ്മുടെ ധാരണയിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് SSC ഉണ്ട്, ബാങ്ക് എക്സാം ഉണ്ട്, അല്ലെങ്കിൽ റെയിൽവേ ഉണ്ടെന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കുള്ളൂ. പക്ഷെ അതല്ലാതെ കുറെ PSUs ആൻഡ് റെഗുലേറ്ററി ബോഡീസിന്റെ എക്സാംസ് വരുന്നുണ്ട്. നമുക്ക് അതിനെ കുറിച്ചും കൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഏതൊക്കെയാണ് അതുപോലുള്ള റെഗുലേറ്ററി ബോഡീസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. നമ്മൾ നോക്കുന്ന എന്താണ് ECGC-PU എന്ന് പറയുന്നത്. ECGC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ BCom ഒക്കെ പഠിച്ച ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ആണ്. ഇവരും ഇതേപോലെ തന്നെ എല്ലാ വർഷവും അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴെങ്കിലും പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റിലേക്ക് യോഗ്യതകൾ വെച്ചപ്പോൾ അവർ കോൾ ഫോർ ചെയ്യാറുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നതൊക്കെ മോസ്റ്റ്ലി 30 വയസ്സ് വരെയാണ് ഡിഗ്രി ലെവലിന്റെ ഇതുപോലെയുള്ള പബ്ലിക് അണ്ടർടേക്കിങ്സിന്റെ നമ്മുടെ ഹയസ്റ്റ് ഏജ് ലിമിറ്റ്, അപ്പർ ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ ടെസ്റ്റ് ഒക്കെ സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. നമ്മൾ ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിൽ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2 tier ഉണ്ടായിരിക്കും, പ്ലസ് നമുക്കൊരു ഇന്റർവ്യൂ കൂടെ ഉണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഒഴിവുകളൊക്കെ താരതമ്യേന കുറവായിരിക്കും. ഒരു 100 ഒഴിവുകളൊക്കെയാണ് നമുക്ക് ഉണ്ടാവുക. അപ്പൊ ഇത് തന്നെ കൃത്യമായിട്ട് നോക്കിയിരുന്നു കൊണ്ട് നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അപേക്ഷിക്കേണ്ടതാണ് കേട്ടോ. ECGC-PU എന്ന് പറഞ്ഞ പോലെ തന്നെ വരുന്നതാണ് ESIC എന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ സ്റ്റേറ്റ് എംപ്ലോയീസിന്റെ ഒക്കെ അവരുടെ അവർക്ക് വേണ്ടി ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ESIC എന്ന് പറയുന്നത്. അവിടേക്ക് സോഷ്യൽ സെക്യൂരിറ്റി ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് യോഗ്യതകൾ വെക്കാറുണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് അവർ പറയുന്നത്. കമ്പ്യൂട്ടർ ലെവലിലുള്ള വർക്കിംഗ് നോളജ് വേണമെന്ന് മാത്രമേ പറയുന്നു. സാധാരണ നമ്മുടെ നോർമൽ ജോബ് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഓഫീസ് ജോബ് പോലെ തന്നെയാണ് വരുന്നത്. പ്രിലിംസ്, മെയിൻസ് എക്സാം വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സ്കിൽ ടെസ്റ്റും കൂടി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ വരുന്നതാണ് ESIC-യിലേക്ക് UDC വരുന്നുണ്ട്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനിലേക്ക് തന്നെ നമ്മുടെ അപ്പർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറഞ്ഞ യോഗ്യതയുള്ള ഒരു എക്സാം വരുന്നുണ്ട്. അപ്പൊ ഇതും ഡിഗ്രി ലെവൽ യോഗ്യത വരുന്നതാണ്. 27 വയസ്സ് വരെയാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെയൊക്കെ 30 വയസ്സ് വരെയുള്ളവർക്ക് എഴുതാൻ പറ്റും. ഇവിടെ 27 വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് ഈ എക്സാം എഴുതാനായിട്ട് പറ്റുക. പക്ഷെ എക്സാം പാറ്റേണിൽ ഒരു വ്യത്യാസം വരുന്നില്ല. പ്രിലിംസ്, മെയിൻസ്, പിന്നെ അത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സ്കിൽ ടെസ്റ്റ് ആണ്. ഇവിടെ ഇന്റർവ്യൂ എന്ന് പറയുന്ന സംഭവമൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി. ക്ലിയർ ആണ്. ഇനി ESIC തന്നെ ഡിഗ്രി ലെവൽ യോഗ്യത പറഞ്ഞു, UDC പറഞ്ഞു, അതേപോലെ തന്നെ MTS ഉള്ള പോസ്റ്റിലേക്കും ESIC സാധാരണഗതിയിൽ കോൾ ഫോർ ചെയ്യാറുണ്ട്. നമ്മുടെ 10ാം ക്ലാസ് യോഗ്യത മാത്രമാണ് അവർ ഈ എക്സാമിന് പറയുന്നത്. 18 മുതൽ 25 വയസ്സ് വരെയുള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്നതാണ് പ്രിലിംസ്, മെയിൻസ്, അതേപോലെ ഇന്റർവ്യൂ സ്കിൽ ടെസ്റ്റ് വരുന്നത്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ റെക്കോർഡ് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. അതേപോലെ തന്നെ ഇതിന്റെ ഡോക്യുമെന്റ് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏതൊക്കെയാണ് ടെസ്റ്റുകൾ ഉള്ളത് എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അത് മനസ്സിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. എപ്പോൾ അത് കോൾ ഫോർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ അത് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത്. നിങ്ങളുടെ ലെവൽ എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ജോലി കിട്ടുമോ എന്നുള്ള വേറെ വിഷയം. പക്ഷെ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഞാൻ ചിലപ്പോൾ ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ എക്സാം എഴുതി കഴിഞ്ഞാൽ എനിക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ എന്റെ എക്സാം എഴുതാനായിട്ട് അവര് ഗേറ്റ് തുറന്ന റൂമിന്റെ ഉള്ളിൽ അവർ കയറ്റില്ല അല്ലെ. എന്താ കാരണം? അവരെന്നോട് പറയും, സാർ പൊക്കോളൂ, സാറിന് പ്രായമായിട്ടുണ്ട്, ഈ ഭാഗത്തൂടെ വരണ്ടെന്ന് പറയും. പക്ഷെ നിങ്ങളൊക്കെ എന്താണ്, കറക്റ്റ് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇതൊന്നും നമ്മൾ മിസ്സാക്കരുത്. ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ കണ്ടമാനം ടെസ്റ്റുകൾ ഇങ്ങനെ എഴുതുന്ന ഒരാളാണ്. ചിലപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ബാങ്ക് എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് 600 രൂപ 750 രൂപയ്ക്കാണ് ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട്. ഇതൊക്കെ എവിടുന്നേലൊക്കെ കടം വാങ്ങിയിട്ടൊക്കെ ഞാൻ അയക്കും. നമുക്ക് എന്താ വെച്ചാൽ അത്രയും എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇന്നെന്ന് പറയുമ്പോൾ അത്രയൊന്നും വരുന്നില്ല. 100 രൂപയ്ക്കാണ് കോമൺ ആയിട്ട് നമുക്ക് ബാങ്ക് എക്സാം അല്ല, മറ്റ് നമ്മുടെ ഈ ഡിഗ്രി ലെവൽ യോഗ്യതയുള്ള എക്സാമിനൊക്കെ 100 രൂപയ്ക്കാണ് നമുക്ക് വരുന്നത്. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും എഴുതേണ്ടതാണ് കേട്ടോ. ESIC-യിൽ തന്നെ അതേപോലെ തന്നെ സ്റ്റെനോഗ്രാഫറിന്റെ ഒഴിവ് വരുന്നുണ്ട്. 12ാം ക്ലാസ്സും പിന്നെ അതേപോലെ നമ്മൾ ടൈപ്പ് റൈറ്റിംഗ് നമ്മൾ ഷോർട്ട് ഹാൻഡ് പാസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെനോഗ്രഫി എന്ന് പറയുന്ന ജോബിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒറ്റ എക്സാമേ വരുന്നുള്ളൂ. എക്സാം പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റെനോഗ്രഫി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതുകൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ സ്റ്റെനോഗ്രാഫറായിട്ട് നമ്മൾ കയറി എന്നുള്ളത് കേട്ടോ. അപ്പോൾ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ കീഴിൽ തന്നെ നമുക്ക് 3-4 ഒഴിവുകൾ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒഴിവുകളും വരുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെക്കാം.
ഇനി കോമൺ ആയിട്ട് വിളിക്കുന്ന വേറൊരു പബ്ലിക് സെക്ടർ സ്ഥാപനമാണ് നമ്മുടെ CWC അല്ലെങ്കിൽ സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവര് ഇതേപോലെ തന്നെ മൾട്ടിപ്പിൾ പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ട് അവര് കോൾ ഫോർ ചെയ്യാറുണ്ട്. അതിൽ ജനറൽ പോസ്റ്റുകൾ ഉണ്ടായിരിക്കാം, ടെക്നിക്കൽ പോസ്റ്റുകൾ ഉണ്ടായിരിക്കാം. ടെക്നിക്കൽ പോസ്റ്റിൽ കൃത്യമായിട്ട് ഒരു പറയും എന്താണ് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടത്. ബിടെക്കുകാർക്ക് പറ്റുന്നതായിട്ടുള്ള ചില ജോബുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ IT ഓഫീസർ, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഓഫീസർ എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ബേസ് ചെയ്തിട്ടുള്ള ജോബുകൾ വരുന്നുണ്ട്. അതൊക്കെ ഒരു പ്രത്യേകമായിട്ട് പറയുമ്പോൾ അല്ല, നോർമൽ ആയിട്ടുള്ള ഒരു ഡിഗ്രി മാത്രമുള്ള ആൾക്കാർക്ക്, ജനറൽ ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും എഴുതാൻ പറ്റാവുന്ന പോസ്റ്റുകൾ, അക്കൗണ്ടന്റ് അല്ലെങ്കിൽ സൂപ്രണ്ട് അല്ലെങ്കിൽ ജൂനിയർ അസിസ്റ്റന്റ്, അങ്ങനെയൊക്കെ കുറെ പോസ്റ്റുകൾ വരുന്നുണ്ട്. ഇതിലേക്കും അവര് സ്ഥിരമായിട്ട് കോൾ ഫോർ ചെയ്യുന്നതാണ്. ഇവിടെ എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് Tier 1 ആൻഡ് Tier 2 ആണ്. ഒരു ഡിഗ്രി തന്നെയാണ്, ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി തന്നെയാണ് ഇവിടെയും ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. Tier 1 ആൻഡ് Tier 2 പാസ്സായി കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇന്റർവ്യൂ വരുന്നുണ്ട്. ഇന്റർവ്യൂ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ജോലിയിലേക്ക് നമ്മൾ കയറി എന്നുള്ളതാണ്. അപ്പൊ ഈ സ്ഥാപനത്തിന്റെ പേര് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക, സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണ്? ഇതിലിപ്പോ പല സ്ഥാപനങ്ങളെ കുറിച്ചും ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ആയിരിക്കും കേൾക്കുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ സ്ഥാപനങ്ങൾ ഉണ്ടോ, ഇതിലേക്കൊക്കെ ഒഴിവുകൾ ഞാൻ ഇതിൽ കുറെ എണ്ണൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് അകലെയുള്ളതോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് അകലെയുള്ളതോ, അല്ലെങ്കിൽ അത്ര വിളിക്കാൻ വളരെ റിമോട്ട് പോസിബിലിറ്റീസ് ഉള്ള ജോബ്സ് ഒക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കുറച്ച് സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെ വരുന്ന വേറൊരു ഇതാണ് EPF എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. നമുക്ക് പ്രൊവിഡന്റ് ഫണ്ട് കിട്ടുന്നതാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ ഇവരാണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. എല്ലാ ഗവൺമെന്റ് എംപ്ലോയീസിന്റെയും PF കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു സ്ഥാപനമാണ്. അവരും ഡയറക്റ്റ് ഒരു റിക്രൂട്ട്മെന്റ് നടത്താറുണ്ട്. മെയിൻലി അവര് ഓഫീസർ പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നു. അവിടെയും അവർക്ക് മെയിൻ ആയിട്ട് എന്താ വേണ്ടത്, അവർക്ക് എൻഫോഴ്സ്മെന്റ് ഓഫീസർ അല്ലെങ്കിൽ അക്കൗണ്ട്സ് അസിസ്റ്റന്റ്, അക്കൗണ്ട്സ് ഓഫീസർ തുടങ്ങിയതായിട്ടുള്ള പോസ്റ്റുകളിലേക്കാണ് വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് A അല്ലെങ്കിൽ ഗ്രൂപ്പ് B, അതായത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ് ഗ്രൂപ്പ് A എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പ് B എന്നൊക്കെ പറയുന്നത്. ഇതിലേക്കാണ് അവർ നിയമനം നടത്തുന്നത്. അത്യാവശ്യം നല്ല സാലറി വരുന്നതായിട്ടുള്ള, നല്ല പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോബാണ്. ഡയറക്റ്റ് തന്നെ നമുക്ക് ഗസറ്റഡ് പോസ്റ്റിലേക്ക് നമുക്ക് കയറാൻ പറ്റാവുന്ന പോസ്റ്റുകളാണെന്ന് മനസ്സിലാക്കി വെക്കുക. SSCയിലും വരുന്നുണ്ട്. SSCയിൽ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് ഡയറക്റ്റ് നമുക്ക് ഒരു ഗസറ്റഡ് റാങ്കിലേക്ക് നമുക്ക് കയറാൻ പറ്റാവുന്ന ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റ് ആണ്. ഗ്രൂപ്പ് A ആയിട്ട് വരുന്ന പോസ്റ്റുകളാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റുകളാണ്. അപ്പോൾ അത് പഠിച്ചു വെക്കാം. അതിനൊക്കെ എങ്ങനെയാ വരുന്നത്, അതിന് നോർമൽ രീതിയിലുള്ള നമ്മുടെ റിക്രൂട്ട്മെന്റ് ടെസ്റ്റ് ആണ് വരുന്നത്. നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയിട്ടില്ല, പെൻ ആൻഡ് പേപ്പർ റിക്രൂട്ട്മെന്റ് രീതിയാണ്. പ്ലസ് ഇന്റർവ്യൂ വരുന്നതാണ്. 75% മാർക്കിന്റെ വെയിറ്റേജ് വരുന്നത് നമ്മുടെ റിട്ടേൺ ടെസ്റ്റിന്റെ ബേസിസിലും 25% വരുന്നത് ഇന്റർവ്യൂവിന്റെ ബേസിസിലാണ് അവർ എടുത്തു പോകുന്നത് കേട്ടോ. ഇതിലൊക്കെ കാലാകാലങ്ങളായിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എന്നും കൂടെ മനസ്സിലാക്കി വെക്കാം. പിന്നെ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ എവിടെയാണ്, അടുത്ത് എവിടെയാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉള്ളത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, നമുക്ക് അറിയാൻ പറ്റും. കണ്ടിട്ടുണ്ടായിരിക്കും ഇതിന്റെ ഗോഡൌണുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഭാഗത്ത്, ഞങ്ങളുടെ തൃശ്ശൂർ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഷൊർണൂരിൽ നിന്ന് തൃശ്ശൂർക്ക് വരികയാണെങ്കിലൊക്കെ നമ്മൾ ഇതിന്റെ FCIയുടെ ഒക്കെ ഗോഡൌൺസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലേക്കും ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റുകൾ അവർ നടത്താറുണ്ട്. അത് കാറ്റഗറി 1 to കാറ്റഗറി 4 പോസ്റ്റുകളിലേക്കാണ് ഇത് വരുന്നത്. അതായത് നമ്മുടെ 8ാം ക്ലാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലൊക്കെ യോഗ്യതയുള്ളതായിട്ടുള്ള നമ്മുടെ സാധാരണ ഗതിയിലുള്ള ജോബിലേക്കാണ് ഇത് വരുന്നത്. എഞ്ചിനീയറിംഗ് സയൻസ് ഡിഗ്രിയിലുള്ള ആൾക്കാർക്കും ടെക്നിക്കൽ റോളിലേക്കൊക്കെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇവിടെ ഒരു ഒറ്റ ടെസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ജോബിലേക്ക് നമ്മൾ കയറി എന്നുള്ളത് കേട്ടോ. ഇനി അതേപോലെ നബാർഡ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾ ഒരു കോമേഴ്സ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ നമ്മൾ നബാർഡ് എന്ന സ്ഥാപനം കേട്ടിട്ടുള്ളത്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് നബാർഡ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥലത്തെ, ഒരു ലോക്കൽ ഏരിയയിലെ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ബിസിനസ് ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ്, ബാങ്കാണ് ഈ നബാർഡ് എന്ന് പറയുന്നത്. ഈ നബാർഡും ഇതേപോലെ തന്നെ ഗ്രേഡ് A ആൻഡ് ഗ്രേഡ് B, അതായത് വളരെ പ്രസ്റ്റീജിയസ് പോസ്റ്റ് ആണ്, ഓഫീസർ നിലവാരത്തിലുള്ള പോസ്റ്റ് ആണ്. ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അവര് കോൾ ഫോർ അവര് ചെയ്യാറുണ്ട്. ഇവിടെയും എന്താണ് പറയുന്നത്, രണ്ട് നമുക്ക് ടിയർ എക്സാംസ്, പ്രിലിംസ് വരുന്നുണ്ട്, മെയിൻസ് എക്സാം വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവ്യൂ ഉണ്ടെന്നും കൂടെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണ്? ഇനി അതേപോലെ തന്നെ സെബി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അവരും ഗ്രേഡ് A പോസ്റ്റിലേക്ക് ഡയറക്റ്റ് കോൾ ഫോർ ചെയ്യാറുണ്ട്. അതിലും ഈ നോർമൽ ഗ്രാജുവേഷൻ ഉള്ള ആൾക്കാർക്കും കയറാൻ പറ്റും. അല്ലെങ്കിൽ ചില ടെക്നിക്കൽ പോസ്റ്റുകൾ, LLB എടുത്ത ആൾക്കാണെങ്കിൽ ലീഗൽ ലെവലുള്ള പോസ്റ്റ് കയറാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ BTech, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് IT ലെവൽ പോസ്റ്റുകൾക്ക് കയറാനായിട്ട് പറ്റും. അങ്ങനെ ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ പോസ്റ്റുകളിലേക്കും
ഇവർ കൺസിസ്റ്റന്റ് ആയിട്ട് ഇവർ റിക്രൂട്ട്മെന്റ് ചെയ്യാറുണ്ട്. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ 2 ഫേസ് എക്സാം ഉണ്ടായിരിക്കും, അതേപോലെ ഇന്റർവ്യൂ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ സിഡ്ബി എന്ന് പറയുന്നത് അല്ലെ, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സിഡ്ബി എന്ന് പറയുന്നത്. ഇവർ ഡയറക്റ്റ് അവർ റിക്രൂട്ട്മെന്റ് അവർ നടത്താറുണ്ട്. MSME നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, മൈക്രോ സ്മോൾ മിനി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. മീഡിയം എന്റർപ്രൈസസ് ആണ് MSME എന്ന് പറയുന്നത് അല്ലെ. ചെറിയ ചെറിയ സ്ഥാപനങ്ങൾക്ക്, ചെറിയ ചെറിയ ബിസിനസ് സ്ഥാപനങ്ങൾക്കൊക്കെ ആ സ്ഥാപനങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് ലോൺ കൊടുത്തുകൊണ്ട് അവരെ വളർത്തുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിഡ്ബി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവരും ഡയറക്റ്റ് അവര് ഇതിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യാറുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ വരുന്നതാണ് IRDA എന്ന് പറയുന്നത് അല്ലെ. എന്താണ് IRDA എന്ന് പറയുന്നത്? നമ്മൾ ഈ കാണുന്ന എല്ലാ ഇൻഷുറൻസ് കമ്പനീസും എന്തിന്റെ കീഴിലാണ് വരുന്നത്? നമ്മുടെ ബാങ്കുകളൊക്കെ RBI യുടെ കീഴിലാണ് വരുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മളിപ്പോ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനികളും വരുന്നത് IRDA യുടെ കീഴിലാണ്. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നതാണ്. ആ സ്ഥാപനത്തിലേക്ക് അവർ ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യും അല്ലെ. നമ്മുടെ SBI സെപ്പറേറ്റ് ചെയ്യുന്നു, IBPS PO എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്യുന്നു. പക്ഷെ RBI എടുക്കുന്നത് എങ്ങനെയാണ്? RBIയിലേക്ക് ഒരു ഗ്രേഡ് ബി ഓഫീസറൊക്കെ വേണമെങ്കിൽ അവരെങ്ങനെ എടുക്കുന്നത്? അവർ സെപ്പറേറ്റ് ആണ് അവർ നിയമനം നടത്തുന്നത് അല്ലെ. അതേപോലെ തന്നെ ഈ IRDAയിലേക്കും അവർ നിയമനം നടത്തുന്നത് എങ്ങനെയാണ്? സെപ്പറേറ്റ് ആണ് വരുന്നത്. 2 tier എക്സാം ഉണ്ടായിരിക്കും, പ്ലസ് ഒരു പേഴ്സണൽ ഇന്റർവ്യൂ കൂടി ഉണ്ടാവും എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണ്? ഇനി വരുന്നത് FSSAI എന്ന് പറഞ്ഞാൽ അല്ലെ. FSSAI സിമ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു പാക്കേജ് ഗുഡ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ, നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിന്റെ ബാക്കിൽ ഇതിന്റെ സീൽ ഉണ്ടായിരിക്കും അല്ലെ. അതായത് FSSAI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിന്റെ ക്വാളിറ്റി അളക്കുന്നതായിട്ടുള്ള സ്ഥാപനമാണ്. അപ്പൊ ഇത് ഇന്ന നല്ല ഗ്രേഡിലുള്ളതാണ്, അപ്പൊ അതുകൊണ്ട് ഇത് വിൽക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന ഇതാണ് FSSAI എന്ന് പറയുന്നത്. ആ സ്ഥാപനം ഇതേപോലെ തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ചെയ്യാറുണ്ട്. ടെക്നിക്കൽ പോസ്റ്റുകളിലേക്കും അതേപോലെ മെയിൻ ആയിട്ടും മാനേജീരിയൽ പോസ്റ്റിലേക്കാണ് അവർ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ടെസ്റ്റ് വരുന്നുണ്ട്. ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവ്യൂവിലേക്ക് കയറാം എന്നുള്ളത് കൂടെ എല്ലാവരും മനസ്സിലാക്കി വെക്കും. ഓക്കെ. പിന്നെ നമുക്ക് വരുന്നത് NPS എന്ന് പറയുന്നതാണ്. ഇപ്പൊ നമുക്ക് അറിയാം, ഇപ്പൊ നമുക്ക് പ്രൊവിഡന്റ് ഫണ്ട് അല്ല, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും എന്താണ് പെൻഷൻ, നമുക്ക് NPS ആണ് നമുക്ക് വരുന്നത് അല്ലെ. നാഷണൽ പെൻഷൻ സ്കീമിലേക്കാണ് നമ്മുടെയൊക്കെ എമൗണ്ട് പോകുന്നത് അല്ലെ. നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ ഒരു നിശ്ചിത ശതമാനം എമൗണ്ട് എന്ന് പറയുന്നത് എല്ലാ മാസവും ഇവർ പിടിക്കും. നമ്മുടെ സ്ഥാപനം പിടിച്ചിട്ട് ആ സ്ഥാപനം എന്ത് ചെയ്യും? NPS-ൽ അവര് നമ്മുടെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ആ അക്കൗണ്ടിലേക്ക് അവർ ഇത് ഇട്ടിട്ട് പോകുന്നതാണ് NPS-ലേക്ക്. അപ്പൊ നമ്മൾ ഒരു ഓർഗനൈസേഷൻ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ NPS അക്കൗണ്ട് എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. ഇതിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്കൊരു റിട്ടയർമെന്റ് ഒക്കെ ആവുന്ന സമയത്ത് ഒരു ലംസം എമൗണ്ട് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അവിടത്തേക്കും ഒരു ഗ്രേഡ് A ഓഫീസർ ലെവലിലേക്കും അത്യാവശ്യം നല്ല പ്രൊസീജിയസ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ്. അതിലേക്കും അവര് കോൾ ഫോർ അവർ ചെയ്യാറുണ്ടെന്ന് മനസ്സിലാക്കി വെക്കും. ക്ലിയർ ആണ്? ഇത്രയുമാണ് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന നമ്മൾ എഴുതുന്നതായിട്ടുള്ള കുറച്ച് എക്സാംസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമുക്ക് എഴുതാൻ പറ്റാവുന്ന കുറച്ച് വേറെ എക്സാംസിനെ കുറിച്ചും ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന അല്ലെ, പോസ്റ്റ് ഓഫീസിലേക്ക് ഇന്ത്യൻ പോസ്റ്റിലേക്ക് വരുന്ന ജോബ്സ് നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇന്ത്യൻ പോസ്റ്റിലേക്കുള്ള നമ്മുടെ ഒരു ജോബിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ടെസ്റ്റ് എഴുതി പാസ്സാവുന്നതല്ല, നമ്മുടെ 10ാം ക്ലാസ് യോഗ്യതയിൽ മാത്രം നമുക്ക് കയറി പോകുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടായിരിക്കും അല്ലെ, പോസ്റ്റ് ഓഫീസിലേക്ക് ജോലി കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ന് നല്ല മാർക്കുണ്ടോ കിട്ടി, ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആളാണെങ്കിൽ അവർക്ക് കയറി പോകാന്നുള്ളതാണ്. അപ്പൊ ഇതിന് വേറെ ടെസ്റ്റ് ഒന്നും വരുന്നില്ല. അപ്പൊ GDS ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അവിടെ എന്താണ്, വേറെ ടെസ്റ്റുകൾ ഒന്നും അവിടെ വരുന്നില്ല. ഡയറക്റ്റ് നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കയറാം. അല്ല, പോസ്റ്റൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സോർട്ടിംഗ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ യോഗ്യതകൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കാണാറുണ്ട്. ഈ എക്സാം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ CHSL ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എക്സാം ആണ് കേട്ടോ. CHSL നമ്മൾ കണ്ടില്ലേ, നമ്മൾ +2 യോഗ്യതയായിട്ടുള്ള എക്സാം പറഞ്ഞിട്ടില്ലേ, അതിൽ എഴുതുന്നതായിട്ടുള്ള ആ എക്സാമിൽ എഴുതുന്നതായിട്ടുള്ള അതിന്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു ഇതാണ് പോസ്റ്റൽ ആൻഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ്. അപ്പൊ ഇതിനു വേണ്ടി സെപ്പറേറ്റ് എക്സാം എഴുതണ്ട, നമ്മൾ CHSL എഴുതുമ്പോൾ തന്നെ ഇതിലേക്ക് നമുക്ക് നിയമനം അവിടെ വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അല്ലെങ്കിൽ പോസ്റ്റ്മാൻ ഒഴിവ് അല്ലെ, പോസ്റ്റ്മാൻ ഒഴിവ് എന്ന് പറയുന്നതൊക്കെ ഡയറക്റ്റ് ആയിട്ട് അവർ നടത്തുന്നതാണ്. അതിന് വേറെ ടെസ്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ പറഞ്ഞതിലേക്ക് ഇതാവാം. പിന്നെ UPSC ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമില്ല. UPSC എന്ന് പറയുന്ന ജോബില് നമുക്ക് ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, ഒഴിവുകൾ വളരെ കുറവായിരിക്കും. 1000-ൽ താഴെ ഒഴിവുകൾ മാത്രമേ എല്ലാ വർഷവും നികത്തപ്പെടുന്നുള്ളൂ. അത് ഈ ടയർ 1 നമ്മൾ പ്രിലിംസ് പാസ്സായി, മെയിൻസ് പാസ്സായി, ഇന്റർവ്യൂ ഒക്കെ പാസ്സായിട്ട് വേണം നമുക്ക് കയറി പറ്റാനായിട്ട്. അത്യാവശ്യം നമുക്കൊരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളത് തന്നെയാണ് അല്ലെ. കോമൺ ആയിട്ട് ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ 2 മുതൽ 3 വർഷം വരെ എങ്കിലും ചുരുങ്ങിയത് അതിനുവേണ്ടി ഇരുന്നാൽ മാത്രമേ കയറി പോകാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ UPSC-ന്റെ കീഴിൽ സിവിൽ സർവീസ് മാത്രമല്ല വരുന്നത്, വേറെ വരുന്ന പ്രധാനപ്പെട്ട എക്സാം ആണ് നമുക്ക് ഡിഫൻസിൽ വരുന്ന എക്സാം, NDA എക്സാം, അല്ലെങ്കിൽ ഈ CAPF എന്ന് പറയുന്നത്, CRPF എന്ന് നമുക്ക് കേട്ടിട്ടില്ലേ, ഇതിന്റെയൊക്കെ കീഴിലേക്ക് വരുന്നതായിട്ടുള്ള
ഈ യോഗ്യതയുള്ള ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്താലാണ് UPSC ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ ചിലതുകൾക്കൊക്കെ ഫിസിക്കൽ മെഷേഴ്സ് ആവശ്യമായിട്ടുള്ളതാണ്. നമ്മുടെ എന്താ പറയുക കേന്ദ്ര സേന അതിലേക്കൊക്കെ നമുക്ക് വരുന്ന നിയമനങ്ങളൊക്കെ നികത്തപ്പെടുന്നത് UPSCയുടെ അണ്ടറിലാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതേപോലെ തന്നെ വരുന്നതാണ് നിങ്ങൾ കേരള PSC എക്സാംസ് നോക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വരുന്ന മെയിൻ ആയിട്ടുള്ള എക്സാംസ് എന്ന് പറയുന്നത് എന്താണ്, ഡിഗ്രി യോഗ്യതയായിട്ടുള്ള എക്സാംസ് വരുന്നുണ്ട്. അതേപോലെ 10ാം ക്ലാസ് യോഗ്യതയുള്ള എക്സാം ഒക്കെ വരുന്നുണ്ട് അല്ലെ. ഡിഗ്രി യോഗ്യതയുള്ള എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റിയിലൊക്കെ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിൽ ജോലി കിട്ടുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞ പോസ്റ്റ് വരുന്നുണ്ട്. BDO എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി, മുനിസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഇതൊക്കെ ഡിഗ്രി യോഗ്യതയായിട്ട് വരുന്ന പോസ്റ്റുകളാണ്. അപ്പൊ ഇത് കേരള PSCയുടെ കീഴിൽ വരുന്നതാണ്. ഇനി 10ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ള ആൾക്കാർക്കും എഴുതാൻ പറ്റാവുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്ന ഒരു പോസ്റ്റാണ് LDC എന്ന് പറയുന്നത്, ലോവർ ഡിവിഷൻ ക്ലർക്ക് എക്സാം എന്ന് പറയുന്നത്. പാവപ്പെട്ടവരുടെ സിവിൽ സർവീസ് ആണ്. സാധാരണക്കാർക്കൊക്കെ എഴുതാവുന്ന അത്യാവശ്യം നല്ല ഒഴിവുകൾ വരുന്നുണ്ട്. അതായത് ഒരു ജില്ലയിൽ നിന്ന് തന്നെ ഒരു 600-700 പേരെയൊക്കെ ഒരൊറ്റ പ്രാവശ്യത്തിൽ, ഏറ്റവും കുറഞ്ഞാണ് പറയുന്നത് കേട്ടോ, 700 പേരെയൊക്കെ കോൾ ഫോർ ചെയ്യുന്നതാണ്. അത്യാവശ്യം നല്ലൊരിതാണ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ 600-700 റാങ്കിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ആകെ കേരള PSC എക്സാംസിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് സമയങ്ങളിൽ നോട്ടിഫിക്കേഷൻസ് വരുന്നില്ല എന്നുള്ളതും, പിന്നെ നമുക്ക് എപ്പോഴാണ് ജോലി കിട്ടാന്നും പറയാൻ പറ്റില്ല. മാത്രമല്ല നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹൈ സിലബസ് ആണ്. അതായത് ഒരു നമ്മളിപ്പോ ഒരു SSC ജോബ്സ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ ഇതിൽ വരുന്ന നമ്മുടെ റെയിൽവേ ജോബ്സ്, ബാങ്ക് PO എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 6 മാസം പഠിക്കാനുള്ള കണ്ടന്റേ നമുക്കുള്ളൂ. പക്ഷെ ഇവിടെ പക്ഷെ അങ്ങനെയല്ല, ഒരു 1-1.5 വർഷം വരെ പഠിക്കാനുള്ള കണ്ടന്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഒരു SSC ജോബാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഏറ്റവും മിനിമം പീരീഡ് എന്ന് പറയുന്നത് മിനിമം നിങ്ങൾക്ക് 6 months എങ്കിലും വേണ്ടിയിരിക്കും. നിങ്ങൾ എത്ര ബ്രില്യന്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു മിനിമം 6 months ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അത് പാസ്സാവാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു LDC അല്ലെങ്കിൽ കേരള PSC എക്സാം ഒക്കെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ ഒരു 1-1.5 വർഷമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഇരുന്നാൽ മാത്രമേ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത്രയും നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് സിലബസ് ഉണ്ട്. പിന്നെ പാറ്റേണിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ച് ന്യൂ പാറ്റേൺ ടൈപ്പ് ഒക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു സൈഡിൽ നിന്ന് പഠിച്ചു തുടങ്ങുമ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ മറന്നു പോകും. വീണ്ടും നമുക്ക് തിരിച്ചു വന്ന് പഠിക്കാം. അപ്പൊ 2-3 റിവിഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 3 റിവിഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു 1.5 വർഷം സമയമെങ്കിലും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. നമുക്കൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് ലിമിറ്റ് നമുക്ക് കൂടുതലാണ് എന്നുള്ളതാണ്. അതായത് ഇപ്പോ 40 വയസ്സ് വരെയുള്ള ആൾക്കാർക്കും എഴുതാമെന്നതാണ്. ജനറൽ കാറ്റഗറിയിൽ 40ഉം OBCയിൽ 43ഉം SC/ST ആണെങ്കിൽ 45 വയസ്സ് വരെ നമുക്ക് എഴുതാം എന്ന് മനസ്സിലാക്കി വെക്കും. അപ്പൊ അത്യാവശ്യം കുറേ നമുക്ക് നാളെ എഴുതാനുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ ഇപ്പൊ ഒരു പഠിച്ചിറങ്ങിയേക്കുന്ന ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ഇപ്പൊ നോക്കുക എന്നുള്ളതാണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ 3-4 വർഷം ഇതിനു വേണ്ടി നമ്മൾ ഇരുന്നു, ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ തിരിച്ച് നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ് നമുക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ടാണ്. കാരണം അപ്പോഴേക്കും നമ്മുടെ ഒരു ഏജ് ലിമിറ്റ് ആയിട്ടുണ്ടോ 25-26 വയസ്സിലൊക്കെയാണ് നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് ജോബ് നോക്കണമെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് നമ്മൾ തന്നെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ പ്രായത്തിൽ നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ക്രീം ഏജ് എന്ന് പറയുന്നത് ഒരു 21-22 വയസ്സിലൊക്കെ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു 24 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് ജോബിലേക്ക് നിങ്ങൾക്ക് കയറാനായിട്ട് പറ്റും. സാധാരണഗതിയിൽ സാധാരണ ആൾക്കാർ കയറുന്ന ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 22-24-22നും 25നും ഇടയിലായിരിക്കും നല്ല ശതമാനം ആൾക്കാരും ഈ സെൻട്രൽ ഗവൺമെന്റ് ജോബിലേക്ക് കയറുന്ന ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അവർ കയറണമെങ്കിൽ അതിന്റെ 2 വർഷം മുമ്പ് തൊട്ടെങ്കിലും അവർ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഇപ്പൊ കേരള PSC വരുന്ന വേറെ ജോബ്സ് ആണ് ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ജോബ് എന്ന് പറഞ്ഞാൽ നമുക്ക് 7ാം ക്ലാസ് മാത്രം SSLC യോഗ്യത വരുന്നതായിട്ടുള്ള ജോബാണ് ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ഡിഗ്രി യോഗ്യതയുള്ള ആൾക്ക് എഴുതാനായിട്ട് പറ്റില്ല. LDC എക്സാം എന്ന് പറയുന്നത് ഡിഗ്രി യോഗ്യതയുള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റും. പക്ഷെ ഇതൊരു പ്യൂൺ പോസ്റ്റ് ആണ്. ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് എനിക്ക് ഡിഗ്രി ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് +2 യോഗ്യത ഉണ്ടെങ്കിൽ, ഉയർന്ന യോഗ്യത ഉണ്ടെങ്കിൽ എനിക്ക് ഈ പോസ്റ്റും എനിക്ക് എഴുതാനായിട്ട് പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കും കേട്ടോ. 10th ലെവലിൽ തന്നെ വരുന്ന 2 എക്സാംസ് ആണ് LGSഉം LDC എന്ന് പറയുന്നത്. LDC നമുക്ക് എഴുതാൻ പറ്റും, LGS നമുക്ക് താഴ്ന്ന യോഗ്യതയുള്ള ആൾക്കാർക്ക് മാത്രമേ എഴുതാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ നിങ്ങളിപ്പോ ഡിഗ്രിക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇതാണ്. ഇപ്പൊ നിങ്ങൾ MBAക്ക് പോകണം നിങ്ങൾക്ക് അല്ലെ, എൻട്രൻസ് ടെസ്റ്റ് എഴുതുമ്പോൾ CAT, SAT നമ്മൾ എഴുതണം, CMAT ഒക്കെ എഴുതണമെങ്കിൽ ഇതിന് വരുന്ന സിലബസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്നതായിട്ടുള്ള സിലബസ് തന്നെയാണ്. ഇപ്പൊ മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ് തുടങ്ങിയതായിട്ടുള്ള സബ്ജക്ട്സ് തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഡിഗ്രി ചെയ്യുന്നതിനൊപ്പം തന്നെ
നിങ്ങൾ ഇതിനു വേണ്ടിയുള്ള എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടിട്ട് ഗുണം. ഒന്നുകിൽ നിങ്ങൾക്ക് ഡിഗ്രി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ റെപ്യൂട്ടഡ് കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു തേർഡ് ഇയർ ഒക്കെ ആകുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല നല്ല സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾക്ക് കയറാനായിട്ട് പറ്റുമെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. പിന്നെ അതേപോലെ വരുന്ന വേറൊരു ഇതാണ് JAIIB CAIIB എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ബാങ്കിങ് മേഖലയിലുള്ള ആൾക്കാരൊക്കെ എഴുതുന്ന ഒരു എക്സാം ആണ് JAIB അല്ലെങ്കിൽ CAIB എന്ന് പറയുന്നത്. നിർബന്ധമാണ്. ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ നിങ്ങളൊരു ക്ലറിക്കൽ ലെവലിൽ നിങ്ങൾ കയറിയെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് പ്രൊമോഷൻ ഒക്കെ വാങ്ങി നിങ്ങൾക്ക് ഒരു ഓഫീസറായിട്ട് കയറി പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ JAIB എക്സാം മിനിമം കേട്ടോ, JAIB എങ്കിലും മിനിമം നിങ്ങൾ പാസ്സായാൽ മാത്രമേ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് വഴി നമുക്ക് കയറാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ബാങ്കിൽ ജോലി ചെയ്തവർക്ക് മാത്രമേ ഈ JAIB CAIB എഴുതാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. IIBF എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സംഘടനയാണ്. ആ സംഘടനയുടെ കീഴിൽ ആർക്കും വേണമെങ്കിലും എഴുതാം. അപ്പൊ നിങ്ങൾ വെറും BCom മാത്രമുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. BComന് ശേഷം നിങ്ങൾ JAB CAB ഒക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ട്. CAB എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു CA ഇന്ററിന്റെ ഒക്കെ ഒരു തുല്യമായിട്ടുള്ള ഒരു പോസ്റ്റാണ് CAB എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഗവൺമെന്റ് ജോബ്സ് അല്ല നിങ്ങളുടെ ഉദ്ദേശം എങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല നല്ല പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. നിങ്ങളൊരു BCom ബിരുദധാരിയാണ് പ്ലസ് CAB ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു CA ഇന്റർനെറ്റ് കിട്ടുന്ന രീതിയിലുള്ള നല്ല സാലറി നിങ്ങൾക്ക് പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഇതിന് വേറെ റിക്രൂട്ട്മെന്റ് പോളിസികളൊന്നുമില്ല. ജസ്റ്റ് ഒരു സൈറ്റിൽ കയറിയാൽ മതി. IABFന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ബേസിക് ആയിട്ടുള്ള ബാങ്കിങ്ങിന്റെ റെയിൽവേസിന്റെ ഒക്കെ എക്സാംസിന്റെ ഒക്കെ ഒരു വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഏത് ടൈമിലാണ് ഇത് ക്വാളിഫൈ ചെയ്യുക, എക്സാമിന്റെ പാറ്റേൺസ് എങ്ങനെയാണ് വരിക, എത്ര ടിയർ എക്സാംസ് വരുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് ഈ സ്ലൈഡ്സ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് അതൊന്ന് ഞാൻ സ്ലൈഡ്സ് ഇട്ട് തരാം, നിങ്ങൾ അതൊന്ന് നോക്കിക്കോളൂ. എല്ലാത്തിന്റെയും ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ പറയേണ്ടതെന്നുള്ളത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ബേസിക്കലി നമുക്ക് എഴുതാൻ പറ്റാവുന്ന എക്സാംസ് നമുക്ക് വരുന്നത്. ഇതിനെ കുറിച്ചൊക്കെ ചെറിയൊരു ധാരണ കിട്ടിക്കഴിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്തൊരു സെറ്റിലേക്ക് കടക്കാമെന്ന് വെച്ചിട്ടാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ഒരു ചാറ്റിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ചെറിയൊരു ഐഡിയ വരും. ഇത്രയും ജോലികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാമായിരുന്നോ? ശ്രദ്ധ നയന, ഞാനൊരു ഡിഗ്രിക്കാരനാണ് അല്ലെ. നമ്മുടെ ധാരണ എന്താ, ഡിഗ്രി പഠിച്ച ആൾക്ക് വിലയൊന്നുമില്ല. ഇതിപ്പോ എല്ലാവരും ഡിഗ്രിക്കാരും ബിടെക്കുകാരാണ്. പക്ഷെ ഇത്രയും ജോലികൾ നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ ആരെങ്കിലും ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഇതിലേക്ക് കയറാൻ പറ്റുള്ളൂ, ഇതൊക്കെ ഈസി ആണെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഡെയിലി 1 മണിക്കൂർ നേരം നിങ്ങൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ മാറ്റി വെച്ചിരുന്നുവെങ്കിൽ 1000 മണിക്കൂർ നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഡിഗ്രി ഫൈനൽ ഇയർ കഴിയുമ്പോഴേക്കും 1000 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു 250 തൊട്ട് 300 മണിക്കൂറാണ്. 1000 മണിക്കൂർ എന്ന് പറയാൻ നിങ്ങൾ എക്സ്പെർട്ട് ലെവൽ നോളജിലേക്ക് എത്തി എന്നുള്ളതാണ്. നിങ്ങൾ 20-21 വയസ്സിലേക്ക് എത്തുമ്പോൾ തന്നെ നിങ്ങൾ എന്താണ് എക്സാം ക്രാക്കിംഗ് ലെവലിലേക്ക് എത്തി എന്നുള്ളതാണ്. പക്ഷെ അത് നമ്മൾ ആരും ചെയ്തില്ല, അല്ലെങ്കിൽ നമുക്ക് അത് ആരും പറഞ്ഞു തന്നില്ല എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കും. ക്ലിയർ ആണ്? ശരി, ഇനി നമ്മൾ നോക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ SSC CGLന്റെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ആ നോട്ടിഫിക്കേഷനിൽ ഒന്ന് നമുക്കൊന്ന് തരുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. SSC CGLന്റെ നിങ്ങൾ യോഗ്യത, നിങ്ങൾക്ക് ഡിഗ്രി യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എഴുതാൻ പറ്റാവുന്ന ഒരു എക്സാം ആണ്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ജൂൺ 22 ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. എന്താണ് ജൂൺ 22? ഇന്നിപ്പോ എത്രയാ വന്നിരിക്കുന്നത്? ഇന്നിപ്പം നമ്മള് എത്രയാണ്, ജൂൺ 12 ആയിരുന്നു അല്ലെ. 10 ദിവസം കൂടെയാണ് ടൈം ഉള്ളത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഡിഗ്രി യോഗ്യത ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് കയറി നിങ്ങൾ ഈ എക്സാമിന് നിങ്ങൾ വേണ്ടി നിങ്ങൾ അറ്റൻഡ് നിങ്ങൾ ചെയ്യൂ. നിങ്ങളുടെ ഒരു നിലവാരം എന്താണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് നോക്കാം. അത് കഴിഞ്ഞ് നമുക്കൊന്ന് പഠിച്ചിട്ട് നമുക്ക് ഈ എക്സാം ഒന്ന് എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് എന്നിൽ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ, എന്റെ വാക്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ അനാവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ ഒന്നും കൊടുക്കുന്ന ഒരാളല്ല. എപ്പോഴും അതിന്റെ ഒരു നെഗറ്റീവ് സൈഡാണ് വിചാരിക്കുള്ളൂ. ഏറ്റവും നെഗറ്റീവ് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് മോശം നമുക്ക് സംഭവിക്കാനില്ലല്ലോ. പിന്നെ കിട്ടുന്നതൊക്കെ നമുക്ക് ബോണസ് ആണ്. അപ്പൊ എല്ലാം നമുക്ക് സന്തോഷത്തോടു കൂടി നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു 1 ഇയർ ഒക്കെ നിങ്ങൾ 6 months to 1 year നിങ്ങൾ ഇതിനു വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു എക്സാം തന്നെയാണ്. എങ്കിലും ഇതിനിടയിൽ വരുന്ന എല്ലാ എക്സാംസും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് പോകുന്നതാണ്. അപ്പൊ ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, നിങ്ങളൊന്ന് എഴുതുക. അത് ഞാൻ പറഞ്ഞു തന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. SSCയുടെ സൈറ്റ് ഉണ്ട്. 1 time രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ 1 time രജിസ്ട്രേഷൻ ചെയ്യുക. ssc.gov.in എന്ന് പറയുന്നതാണ് നമ്മുടെ സൈറ്റിന്റെ പേര് വരുന്നത്. ssc.gov.in എന്നുള്ളതാണ്. കയറി രജിസ്റ്റർ ചെയ്യുക.
നിങ്ങൾക്ക് ഒറ്റയ്ക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്തുള്ള അക്ഷയ സെന്ററിൽ പോയി കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കൃത്യമായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കി തരുന്നതാണ്. അപ്പൊ ഇത് പറ്റുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യും കേട്ടോ. ഇനി ഇതിലെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. SSC CGL എന്ന് പറയുന്ന ഡിഗ്രി ലെവലിൽ വരുന്ന യോഗ്യതയുള്ളതാണ്. ഏതൊക്കെ പോസ്റ്റുകൾ വരിക എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഞാനൊന്ന് പറഞ്ഞു പോകാറുള്ളത്. അപ്പൊ ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ Tier 1 ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ നമ്മളോട് അവർ ചോദിക്കും. Tier 2 ഒക്കെ സമയത്ത് അതിന് മുമ്പായിട്ട് നമ്മളോട് പറയും പോസ്റ്റ് പ്രിഫറൻസ് നമ്മളോട് കൊടുക്കാനായിട്ട് പറയും. അതായത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവര് SSC എന്ന് വെച്ചാൽ ഒരു വിൻഡോ ഓപ്പൺ ആക്കി തരും. ആ വിൻഡോ ഓപ്പൺ ആക്കി തരുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? പ്രിഫറൻസുകൾ കൊടുക്കണം. ഒരു 30 പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ ഇല്ലെങ്കിൽ എന്താണ് അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ എന്ന് പറഞ്ഞ ഇങ്ങനെ പോസ്റ്റുകൾ വരുന്നുണ്ട്. 30 ഒഴിവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഫസ്റ്റ് പ്രിഫറൻസ് ആർക്ക്, സെക്കൻഡ് ആർക്ക്, തേർഡ് ആർക്ക് എന്ന് പറഞ്ഞ് നമുക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ റാങ്ക് അനുസരിച്ച് തന്നെ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് അതിലത്തെ പോസ്റ്റുകൾ കിട്ടുന്നതാണ്. ചിലപ്പോൾ നമ്മുടെ റാങ്ക് ഇത്തിരി താഴെയാണെന്ന് വിചാരിക്കാം. താഴെയാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പോസ്റ്റ് കിട്ടണമെന്നില്ല. ചിലപ്പോൾ 4ാമത്തെ പോസ്റ്റിലായിരിക്കും നമുക്ക് കിട്ടുക. നമുക്കത് ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് എന്റെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റാണ്. കാരണം എനിക്ക് കണക്കുമായിട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതുമായിട്ട് റിലേറ്റഡ് വേണമെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഇൻകം ടാക്സ് ആയിരുന്നു. എനിക്ക് ഓൾ ഇന്ത്യ ലെവൽ റാങ്ക് 256 ആയതുകൊണ്ട് തന്നെ ഇൻകം ടാക്സിലേക്ക് എപ്പോഴും ഒരു കടിപിടി വരാറുണ്ട്. എങ്കിലും ഇഷ്ടംപോലെ ഒഴിവുകൾ ഉണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ കൊടുത്ത പോസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. എപ്പോഴും നമുക്ക് അങ്ങനെ കിട്ടണമെന്ന് നമുക്ക് നിർബന്ധമില്ല. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഇത് എഴുതിയപ്പോൾ എനിക്ക് താഴേക്കിടയിലുള്ള ഒരു പോസ്റ്റാണ് കിട്ടിയത്. എനിക്ക് ടാക്സ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റാണ്. അത് കുറച്ചും കൂടെ താഴത്തെ ലെവലിൽ വരുന്നതാണ്. ഞാൻ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തു, പക്ഷെ എനിക്ക് ഈ പോസ്റ്റിലേക്ക് കിട്ടിയുള്ളൂ. കാരണം എന്റെ മാർക്ക് കുറവായിരുന്നു, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെ പോസ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള പോസ്റ്റാണ്. നോക്കൂ, പേ ലെവൽ 8 വരുന്നതായിട്ടുള്ള പോസ്റ്റ് ആണ് വരുന്നത്. ഗ്രൂപ്പ് ബി, മുമ്പ് ഗ്രൂപ്പ് A ആയിരുന്നു, ഇപ്പൊ അത് ഗ്രൂപ്പ് ബിയിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റാണ് അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഞാൻ ഈ പറഞ്ഞ പോലെ 1,20,000 രൂപയ്ക്ക് അടുത്ത് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് സാലറി കിട്ടാവുന്ന പേ ലെവൽ 8 വരുന്ന ജോബ്സ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ വരുന്നതാണ് അടുത്തത് ഈ പറഞ്ഞ പോലെ ഈ സ്ഥാപനങ്ങളിലൊക്കെ വരുന്ന സെക്ഷൻ ഓഫീസേഴ്സ്, ASO എന്നാണ് പറയുക, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസേഴ്സ്. എവിടേക്കാണ് വരുന്നത്? സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ്, ഇന്റലിജൻസ് ബ്യൂറോ, മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, AFHQ, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ്, പിന്നെ CBDT, CBIC. കേട്ടോ, CBDT എന്ന് പറയുന്നത് CBIC എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ ടാക്സസ് വരുന്നത്. CBDT ആണ് നമ്മുടെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞത്. ഈ ഒരു പോസ്റ്റാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇൻകം ടാക്സിലെ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ കൊടുക്കുന്നത്. അത് എനിക്ക് കിട്ടിയതാണ്. CBDTയുടെ കീഴിൽ വരുന്നതാണ്. CBIC എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റംസ് എക്സൈസ് എന്ന് കേട്ടിട്ടില്ലേ, അതിൽ ഇൻസ്പെക്ടർ വരുന്നതാണ് CBIC എന്ന് പറയുന്നത്. ഇതൊക്കെ ഓരോ ഓപ്ഷൻസ് ആണ് വരുന്നത്. നമുക്ക് ഇതിൽ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് എന്റെ 9ാമത്തെ നമ്പർ ആണെങ്കിൽ അപ്പൊ ഞാൻ എന്ത് കഴിഞ്ഞാൽ അതിന് നേരെയായിട്ട് ഞാൻ 9 എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇൻസ്പെക്ടർ ഇൻ സെൻട്രൽ എക്സൈസ് ആണ് എന്റെ ഫസ്റ്റ് പ്രിഫറൻസ്. ഇനി അടുത്ത പ്രിഫറൻസ് എന്ന് പറയുന്നത് 8 ആണെങ്കിൽ ഞാൻ 8 എന്ന് പറഞ്ഞു കൊടുക്കും. സെക്കൻഡ് പ്രിഫറൻസിന് നേരെ 8 എന്നുള്ള നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ്. അപ്പൊ ഓരോന്നും നമുക്ക് അങ്ങനെ നമുക്ക് പ്രിഫറൻസ് വെച്ച് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതിന് താഴെ വരുന്നതായിട്ടുള്ള പോസ്റ്റുകളാണ് ഇതിൽ വരുന്നത്. ജസ്റ്റ് നോക്കി വെച്ചോളൂ കേട്ടോ. അപ്പൊ പേ 8 വരുന്നത്, അതേപോലെ പേ ലെവൽ 7 വരുന്നത്. അന്നത്തെ സമയത്ത് ഈ പോസ്റ്റുകൾ ഉണ്ടായിരുന്നില്ല. ഈ പേ ലെവൽ 8 പോസ്റ്റുകൾ ഞാൻ എക്സാം എഴുതിയ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഹയസ്റ്റ് പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഈ പേ ലെവൽ 7 വരുന്ന പോസ്റ്റുകൾ തന്നെയായിരുന്നു. അപ്പൊ അതിൽ തന്നെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒന്നാണ് ഇൻസ്പെക്ടർ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ. അങ്ങനെ കൊടുത്തു, അത് ഭാഗ്യവശാൽ അത് കിട്ടി എന്നുള്ളതാണ്. പിന്നെ നോക്കുന്നത് സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ പോസ്റ്റ്, CBI പലരും പറയുന്നതാണ് അല്ലെ, CBIയിലെ ഇൻസ്പെക്ടർ ആവണം എന്നൊക്കെ പലരും പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ 13ാമത്തെ പോസ്റ്റ് നോക്കുന്നത് CBI ഇൻസ്പെക്ടർ, വയസ്സ് നോക്ക് 20 to 30 ആണ് അല്ലെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ലെവലിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് റാങ്ക് നിങ്ങൾക്ക് കിട്ടണമെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമ്മുടെ Tier 1 പാസ്സാകണമെങ്കിൽ 200 മാർക്കാണ് നമ്മുടെ Tier 1 നമുക്ക് വരുന്നത്. 200-ൽ ഏകദേശം ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് എനിക്ക് തോന്നുന്നു 136 തോന്നുന്നു ജനറൽ കാറ്റഗറിയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ 200 മാർക്കിൽ 136 മുതൽ ഒരു 155 വരെയുള്ള മാർക്കുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയ്ക്കാണ് നമ്മുടെ Tier 1-ന്റെ നമ്മുടെ കട്ട് ഓഫ് നോർമലി നമുക്ക് വരാറുള്ളത് കേട്ടോ. അപ്പൊ ഇതിന്റെ മുമ്പത്തെ വർഷമൊക്കെ കൂടുതലായിരുന്നു. കഴിഞ്ഞ വർഷം കുറഞ്ഞു, എക്സാം കുറച്ച് ടഫായ കാരണം 136 കട്ട് ഓഫ് ഉണ്ടായിരുന്നുള്ളൂ. മുമ്പത്തെ വർഷമൊക്കെ ഒരു 150 അടുത്തുണ്ട്. അപ്പൊ ഒരു റിയലിസ്റ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 150 മാർക്സ് എങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷൻസ് നിങ്ങൾ നടത്തണം. നെഗറ്റീവ് മാർക്ക് ഉണ്ട് നമുക്കറിയാം. 200-ൽ 150 നിങ്ങളുടെ ഒരു കട്ട് ഓഫ് മാർക്ക് വരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ Tier 1 പാസ് ആവുകയുള്ളൂ. Tier 1 പാസ്സായതിനു ശേഷം മാത്രമേ നിങ്ങൾ Tier 2 നിങ്ങൾ നോക്കിയിട്ട് കാര്യമുള്ളൂ.
ഇനി ടിയർ 2 പാസ്സാവണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ഏകദേശം മാർക്ക് എന്ന് പറയുന്നത് 450 മാർക്ക് വരുന്നത്. ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പോലുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോബ്സ് ആണ് നിങ്ങളുടെ ഒരു ആഗ്രഹമെങ്കിൽ നിങ്ങളൊരു ഏകദേശം ഒരു 360 മാർക്കെങ്കിലും നിങ്ങൾ ഇതിൽ സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും. എങ്കിലേ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോസ്റ്റ് കിട്ടുള്ളൂ. ഇനി അല്ല അതിന്റെ താഴേക്ക് വന്നു എന്ന് വിചാരിക്കാം. ഇതൊക്കെ ജനറൽ കാറ്റഗറിയാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ടാക്സ് അസിസ്റ്റന്റ് പോലെയുള്ള അല്ലെങ്കിൽ പോസ്റ്റൽ അസിസ്റ്റന്റ് പോലെയുള്ള താഴെ കടയിലുള്ള ചിലപ്പോൾ ജോലികൾ. മുമ്പ് പോസ്റ്റൽ അസിസ്റ്റന്റ് ഇതിലായിരുന്നു, CGL ആണ് വന്നിരുന്നത്. പിന്നെയാണ് അത് CHSലേക്ക് മാറ്റിയത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 282 മാർക്കാന്ന് വിചാരിക്കാം. നിങ്ങൾക്കൊരു 282 മാർക്ക് ഉണ്ട്. നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ കൊടുത്തെങ്കിലും നിങ്ങൾക്ക് അത് കിട്ടില്ല. കാരണം എന്താ, 361 362 ഉള്ള ആളായിരിക്കും ചിലപ്പോൾ ഇൻകം ടാക്സിൽ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളുടെ മാർക്കിന് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് ടാക്സ് അസിസ്റ്റന്റ് ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ജോലിയിലേക്ക് എത്തിയത്. അപ്പൊ ഏറ്റവും മിനിമം ആണ് പറയുന്നത് കേട്ടോ. ഒരു 280 മാർക്സ് ഏറ്റവും മിനിമം, അല്ലെങ്കിൽ ഒരു 360 വരെയുള്ള റേഞ്ച് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ, ഒരു 300 360 എന്നുള്ള റേഞ്ച് കിട്ടിയാൽ മാത്രമേ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ടിയർ 2 നമുക്ക് പാസ്സാവാൻ പറ്റുള്ളൂ എന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിനനുസരിച്ച് വേണം നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഓരോ പ്രാവശ്യങ്ങളും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അവിടെ വരുത്താറുണ്ട്. നമുക്കത് നമ്മുടെ ഒരു നോട്ടിഫിക്കേഷനിലൂടെ നമുക്ക് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് ജോബ്സ് വരുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഗ്രേഡ് പേ ലെവൽ 5, പേ ലെവൽ 4. നോക്കൂ, പേ ലെവൽ 4 എന്ന് പറഞ്ഞാൽ നമ്മുടെ സാലറി കുറഞ്ഞു വരികയാണ്. നമുക്ക് താഴെ കടയിൽ നോക്കുന്നത് ടാക്സ് അസിസ്റ്റന്റ്, ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ, ടാക്സ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ എന്താണ് നർക്കോട്ടിക്സിലെ സബ് ഇൻസ്പെക്ടർ, അതിന്റെ സാലറി വളരെ കുറവാണ് വരുന്നത്. പക്ഷെ ഇതിന്റെയൊക്കെ വയസ്സ് നോക്കും നിങ്ങൾ, 27 വയസ്സ് വരെയാണ് ഇതിന്റെയൊക്കെ യോഗ്യത വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏറ്റവും ക്രീം ആയിട്ടുള്ള എക്സാമ്പിൾക്കാണ് 30 വയസ്സ് വരെയുള്ള യോഗ്യത വരുന്നത്. അത് നമ്മുടെ ലെവൽ 1 ലെവൽ, അത് ഫസ്റ്റ് ലെവലിൽ, ലെവൽ 8 അല്ലെങ്കിൽ ലെവൽ 7 വരുന്ന ജോബ്സ് നമുക്ക് 30 വയസ്സ് വരെ വരുന്നുണ്ട്. ഇവിടെ 30 32 വരെയൊക്കെ ഇവിടെ വരുന്നുണ്ട്. ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ് ആണ് 32 വയസ്സ് വരെ വരുന്നത്. ഇത് ഞാൻ പറഞ്ഞത് കുറച്ച് ഒന്ന് മാർക്കറ്റിലൊക്കെ ഇറങ്ങി നമുക്ക് ജോലി ചെയ്യേണ്ട ഒരു പോസ്റ്റ് ആണ്. അപ്പൊ അതിന് മാത്രമാണ് 32. ബാക്കിയുള്ള പോസ്റ്റിലൊക്കെ 30 വരണേ. താഴേക്ക് വരുന്നതോടെ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കട്ട് ഓഫ് കുറവായിരിക്കും. പക്ഷെ അതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 27 വയസ്സ് വരെ വരുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി വരും. ക്ലിയർ ആണ്. ഇതൊന്ന് നന്നായിട്ട് നിങ്ങളൊന്ന് വായിക്കുക. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്, ഏതൊക്കെ പോസ്റ്റിൽ എത്രയാണ് ഏജ് ലിമിറ്റ് വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് അവർ ഏജ് കണക്കാക്കുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. സാധാരണഗതിയിൽ August 1 അവർ കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ നിങ്ങളിപ്പോ 2027 എക്സാം എഴുതുകയാണെങ്കിൽ 2027 August 1 നിങ്ങൾക്ക് 30 വയസ്സ് കടന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ പോസ്റ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇത്രേ വരുള്ളൂ കേട്ടോ. January 1 കണക്കാക്കുന്നത്. സാധാരണഗതിയിൽ അവർ August 1 അവർ കണക്കാക്കണത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഏജ് റിലാക്സേഷൻസ് പറയുന്നുണ്ട്. ഫിസിക്കലി ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് 10 13 വർഷമൊക്കെ ഇതില് നമുക്ക് കൂടുതൽ ഒരു ആനുകൂല്യം നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതില് കുറെ കാര്യങ്ങളുണ്ട്, 10-40 പേജസോളം ഉണ്ട്. നോക്കൂ, ഓരോ ജോബിനും വേണ്ട ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. ഇപ്പൊ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ ആവണമെങ്കിൽ എനിക്ക് ഡിഗ്രി വേണം, വേറെ എന്താണ് വേണ്ടത്, പിന്നെ അതിനൊപ്പം തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്തെങ്കിലും വേണമെങ്കിൽ അതും കൂടെ പ്രത്യേകമായിട്ട് അവർ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മളിപ്പോ നമ്മുടെ ഓപ്ഷൻസ്, നമുക്ക് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ചടങ്ങാണ്. ഞാനൊക്കെ ആലോചിച്ച് ധ്യാനത്തിലൊക്കെ ഇരുന്ന് ഒറ്റ ദിവസം മുഴുവനൊക്കെ ഇരുന്ന് നോക്കി ഇത് മുഴുവൻ പഠിച്ചിട്ടാണ് ഈ പോസ്റ്റ് പ്രിഫറൻസുകൾ കൊടുത്തിരിക്കുന്നത്. കാരണം ചിലപ്പോൾ നമ്മൾ കയറി, നമ്മളിപ്പോ എനിക്ക് CBIയിൽ എനിക്ക് ഇൻസ്പെക്ടർ ആവണം എന്ന് വെച്ചിട്ട് ഞാൻ എന്റെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് കൊടുത്തു. പക്ഷെ അതില് ഫിസിക്കൽ മെഷേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. എനിക്ക് അവസാനം ആ ജോലി കിട്ടിയെന്ന് വിചാരിക്കാം. എനിക്ക് നല്ല മാർക്ക് കിട്ടി, CBIയിലെ ഇൻസ്പെക്ടർ ആയിട്ട് എനിക്ക് കിട്ടി. അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ അറിയുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ഫിസിക്കലി എന്തെങ്കിലും ഒരു എന്താ പറയാ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ജോലിയാണ്, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ ഞാൻ പറയണം, അയ്യോ എനിക്ക് അത് പറ്റില്ല കേട്ടോ, എന്റെ സെക്കൻഡ് ഓപ്ഷൻ ഞാൻ കൊടുത്തിരിക്കുന്നത് ഇൻകം ടാക്സ് ആണ്, അപ്പൊ എനിക്ക് ഇൻകം ടാക്സ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എനിക്ക് ഇൻകം ടാക്സ് തരുമോ? ഇല്ല. ഞാനവിടെ ക്യാൻസൽ ആയി, എന്നെ അവർ അപ്പൊ തന്നെ പിടിച്ച് പുറത്താക്കി, കഴിഞ്ഞു, ഔട്ടായി. ഇനി നിനക്ക് മറ്റേത് കൊടുക്കണമെങ്കിൽ നീ അടുത്ത പ്രാവശ്യം നീ CGL എഴുതിയിട്ട് നീ നിന്റെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് നീ കൊടുത്താൽ മാത്രമേ വരാൻ പറ്റൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പോസ്റ്റ് പ്രിഫറൻസുകൾ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഈ ഇൻസ്പെക്ടർ പോസ്റ്റുകളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് നമ്മൾ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻസ് നമ്മൾ വായിച്ചു കൊണ്ടുവരണം. ഓക്കെ, ഞാൻ അതൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് നോക്കി പോവാം കേട്ടോ. പിന്നെ വരുന്നത് പോസ്റ്റുകളാണ്. പോസ്റ്റുകൾ പറഞ്ഞു എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഇത് വലിയൊരു ഇതാണ്, 130ഓളം പേജുകളുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ, നോക്കി വെക്കുക. ഇനി നമുക്ക് എവിടെയാണ് നമുക്ക് ഇതിന്റെ എക്സാം സെന്റർ വരിക എന്നുള്ളത് പല ആൾക്കാർക്കും അറിയില്ല. അപ്പൊ എന്നോട് റീസെന്റ് ആയിട്ട് കുറച്ച് കുട്ടികൾ ചോദിച്ച ഒരു കാര്യമാണ് എവിടെ നമുക്ക് എക്സാം സെന്റേഴ്സ് നമുക്ക് വരുന്നു എന്നുള്ളതാണ്.
അപ്പൊ നമുക്ക് എന്ന് പറയുന്നത് 7-8 എക്സാം സെന്റേഴ്സ് ആണ് നമുക്ക് ഇവിടെ കേരളത്തിലെ ആൾക്കാർക്ക് വരുന്നത്. അതായത് ഈ നിങ്ങളിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഇവിടെ നോക്കൂ, ഈ 9-2 വെച്ച് വരുന്നതൊക്കെ നമ്മുടെ കേരളമാണ് കേട്ടോ. 9-2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂര്, തിരുവനന്തപുരം, കണ്ണൂർ, അങ്ങനെ 7 സ്ഥാപനങ്ങളിലേക്കാണ് നമുക്ക് ഏഴ് ഏഴ് സ്ഥലങ്ങളിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ടിയർ 1ന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്റെ ടിയർ 1 നടന്നത് തൃശ്ശൂർ തന്നെയായിരുന്നു. പക്ഷെ എന്റെ ടിയർ 2 എക്സാം നടന്നത് എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തോ മറ്റുമായിരുന്നു തോന്നുന്നു എനിക്ക്. അപ്പൊ ടിയർ 2 നമുക്ക് ഇതിന് നോക്കിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ തൃശ്ശൂരാണെങ്കിൽ എനിക്ക് തൃശ്ശൂർ ചൂസ് ചെയ്യാം. തൃശ്ശൂർ തന്നെ നമുക്ക് എക്സാം കിട്ടുമെന്ന് മനസ്സിലാക്കി. അപ്പൊ 7 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഇത് തന്നെയാണ്. ഇനി വരുന്ന 100 രൂപയാണ് നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് വരുന്നത്. അത് ബോയ്സിനാണ്. ലേഡീസിനാണെങ്കിൽ ഇതൊന്നും വരുന്നില്ല, ഫ്രീ ആണ്. ഇപ്പൊ പാറ്റേണിൽ ചെറിയ വ്യത്യാസം. എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നത് അതും കൂടെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. 100 ക്വസ്റ്റ്യൻസ് 200 മാർക്കാണ്. 25 ക്വസ്റ്റ്യൻസ് വീതം 25, 25, 25, 25, 50 മാർക്സ്. അതായത് ഒരു ക്വസ്റ്റിന് 2 മാർക്ക് എന്നുള്ള രീതിയിലാണ് ഇവിടെ വരുന്നത്. നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 1/2 മാർക്കാണ് ഒരു ക്വസ്റ്റിന് നെഗറ്റീവ് മാർക്കായിട്ട് വരുന്നത് കേട്ടോ. ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്ക് കിട്ടും. തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/2 മാർക്ക് വരും. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് വെച്ചാൽ സെക്ഷണൽ ടൈമർ ഇപ്പൊ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മുമ്പ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ എന്റെ GK ക്വസ്റ്റ്യൻസ് എന്റെ ചെയ്ത് കഴിഞ്ഞു, പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. 15 മിനിറ്റ് വരെ 10 മിനിറ്റ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ആ ബാക്കി 5 മിനിറ്റ് എടുത്തിട്ട് എനിക്ക് വേണമെങ്കിൽ എന്റെ മാത്സിനോ റീസണിങ്ങിനോ വേണ്ടി എനിക്ക് ചെലവഴിക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് പറ്റില്ല. ഓരോന്നിനും സെപ്പറേറ്റ് ആണ്. നിങ്ങൾക്ക് GKക്കും 15 മിനിറ്റ് കിട്ടും. നിങ്ങൾ 10 മിനിറ്റ് കൊണ്ട് GK തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 5 മിനിറ്റ് നിങ്ങൾ വെറുതെ ഇരുന്നേ തീരും. വേറെ ഒരു ഓപ്ഷനും ഇല്ല. GK കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അടുത്തേക്ക് കിടക്കാണ്, മാത്സിലേക്ക് നിങ്ങൾ കിടക്കാണ്. മാത്സ് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താവും, നിങ്ങൾ 15 മിനിറ്റിന് പകരം നിങ്ങൾക്ക് ചിലപ്പോ ഒരു 18 മിനിറ്റ് വേണ്ടി വരേണ്ടതായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ആ നേരത്തെ GKയുടെ 5 മിനിറ്റ് ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് മാത്സ് കുറച്ചും കൂടെ ചെയ്യാൻ പറ്റുന്നു. പക്ഷെ ഒരു ഓപ്ഷനും ഇല്ല. 15 മിനിറ്റിൽ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ സംഭവം അവസാനിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പൊ 15 മിനിറ്റിൽ 25 GK ഇഷ്യൂ ഇല്ല, 15 മിനിറ്റിൽ 25 ഇംഗ്ലീഷ് ഇഷ്യൂ ഇല്ല, 15 മിനിറ്റിൽ 25 മാത്സ് എന്ന് പറയുന്നത് ഇഷ്യൂ ആണ്. ഇപ്പൊ നല്ല സ്പീഡിലൊക്കെ മാത്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കുറച്ചും കൂടെ സ്പീഡ് കൂട്ടുക. നല്ല സ്പീഡിൽ ചെയ്യുന്ന ആൾക്കാർ മാത്രമേ കയറാൻ പറ്റുള്ളൂ. മിഡിൽ ലെവലിലുള്ള ആൾക്കാരൊക്കെ അവിടെ സ്ട്രഗിൾ ചെയ്യും. അവരെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് GK പഠിച്ചു കയറുന്ന ആൾക്കാർക്ക് കയറാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ടു. അപ്പൊ സെക്ഷണൽ ടൈമർ എന്നുള്ളതാണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. വൺസ് നമ്മൾ സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ടൈമർ വെച്ച് തന്നെ നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് പോകണം എന്ന് മനസ്സിലാക്കിയിരിക്കുക. ടിയർ 2 എങ്ങനെയാ വരണ്ടേ അതിന്റെയൊക്കെ ഇത് പറയുന്നുണ്ട് അവര്. അത് ഇതേപോലെ തന്നെ സെക്ഷണൽ ടൈമർ വരുന്നുണ്ട്. 30 മിനിറ്റ്സ് നമുക്ക് വരണേ. ടിയർ 2 തന്നെ 2 സെഷൻസ് വരുന്നുണ്ട്. സെക്ഷൻ 1 മാത്സ് ആൻഡ് റീസണിങ് ഒരു ഇതാ വരണം അല്ലെ. 30+30 60 ക്വസ്റ്റ്യൻസിൽ 180 മാർക്കാണ്. 3 മാർക്കാണ് അവിടെ വരുന്നത് എന്നുള്ളതാണ് ഓരോ ക്വസ്റ്റിനും. അതേപോലെ സെഷൻ 2 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷും അതേപോലെ ജനറൽ അവയർനെസ്സും കൂടെ ചേർന്ന് വരുന്നതാണ്. എന്റെയൊക്കെ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സെക്ഷൻ 2 ഉണ്ടായിരുന്നില്ല. ടിയർ 2 എന്ന് പറയുന്നത് ടിയർ 2ലും മാത്സും അതേപോലെ മാത്സും ഇംഗ്ലീഷും മാത്രമേ ഉണ്ടായിരുന്നു. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ഇംഗ്ലീഷാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ക്വാണ്ടിലും ഇംഗ്ലീഷിലും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അതാണ് എനിക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വന്നത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ GK തീരെ ഇഷ്ടമില്ലാത്ത ഒരു വിഷയമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. GKയും കൂടെ ജനറൽ അവയർനെസ് കൂടെ പഠിച്ചാൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമുക്ക് 30 ക്വസ്റ്റ്യൻസ് ആണ് റീസണിങ്ങിനും മാത്സിനും വരുന്നെങ്കിൽ, പക്ഷെ ഇവിടെ ജനറൽ അവയർനെസ്സിനും അതേപോലെ ഇംഗ്ലീഷിനും ജനറൽ അവയർനെസ്സിന് 25 ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷിന് നല്ല വെയിറ്റേജ് വരുന്നുണ്ട്. 45 ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജ് വരുന്നുണ്ട് അല്ലെ. അപ്പോ അന്നൊന്നും അത്ര അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഇന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിനും അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അവിടെ പെടുമെന്നുള്ളതാണ്. പിന്നെ കമ്പ്യൂട്ടർ നോളജ് 20 ക്വസ്റ്റ്യൻസ് നമുക്ക് 3 മാർക്ക് വരുന്നുണ്ട്. മൊത്തം 390+60 450 മാർക്സ് ആണ് വരുന്നത്. പിന്നെ ചില പേപ്പറുകൾ ഓപ്ഷണൽ പേപ്പറുകളാണ്. നമ്മൾ ഈ പറഞ്ഞ JSO തുടങ്ങിയതായിട്ടുള്ള പേപ്പർ, JSO തുടങ്ങിയ എക്സാംസ് ഒക്കെ എഴുതുന്ന ആൾക്കാർക്ക് ഈ ഓപ്ഷണൽ പേപ്പറുകളായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നമ്മൾ എഴുതണം, അല്ലെങ്കിൽ ജനറൽ സ്റ്റഡീസ് ഒക്കെ എഴുതണം എന്നതാണ്. JSO ഞാൻ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് പേപ്പർ 2 പേപ്പർ 3 ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ടിയർ 1 കഴിഞ്ഞാൽ നേരെ എനിക്ക് ടിയർ 2 എഴുതാം. ടിയർ 2 ഈ 2 സെക്ഷൻസ് കമ്പൽസറി ആണ്. സെക്ഷൻ 1 കമ്പൽസറി ആണ്, സെക്ഷൻ 2 കമ്പൽസറി ആണ്. ഇത് എഴുതിയില്ല എന്ന് വെച്ചിട്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നും വരുന്നില്ല. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ജോബ് ഏതാണ് നോട്ടിഫിക്കേഷനിൽ വരുന്നത് വെച്ചാൽ ആ ജോബ് എനിക്ക് കിട്ടില്ല എന്ന് മാത്രമേ വരുന്നുള്ളൂ. അതിവിടെ ക്ലിയർ ആയിട്ട് അവർ പറയുന്നുണ്ട് ഏതൊക്കെയാണ് കമ്പൽസറി പേപ്പർ എന്നൊക്കെ അവരോട് കൃത്യമായിട്ട് അവർ ഇത് പറയുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് അവർ തന്നിട്ടുണ്ട് ഓരോ പേപ്പറിനും വരുന്നത്. ഇത് അങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സിലബസ് അവർ തരുന്നുള്ളൂ. തരുന്ന നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഇതിന്റെ പുറത്തു നിന്നും വരാം എന്നുള്ളത് കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ വേറെ ഇതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും പ്രധാനപ്പെട്ടായിട്ട് വരുന്നില്ല. ഇന്റർവ്യൂ നമ്മൾ UPSC ഇന്റർവ്യൂ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അത്യാവശ്യം
നല്ല സ്റ്റാൻഡേർഡ് ഒരു ഇന്റർവ്യൂ തന്നെയായിരിക്കും. ഇംഗ്ലീഷിൽ തന്നെയാണ് ഞാൻ ഇന്റർവ്യൂ കൊടുത്തത്. എന്താ ഇംഗ്ലീഷിൽ തന്നെയാണ് നമ്മൾ ഇന്റർവ്യൂ. ഡിഗ്രി ലെവൽ പോസ്റ്റ് ആണല്ലോ, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണല്ലോ നമ്മൾ കൊടുക്കുക. അത് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് എവിടെയെങ്കിലും കോച്ചിങ് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇത്തിരി പിന്നാക്കമാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോ ഇന്റർവ്യൂവിന്റെ ഇതുകൊണ്ട് മാത്രം അങ്ങനെ നടക്കാൻ കഴിയില്ല. പിന്നെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാം. അതായത് ഒരു UPSC പോലെയൊക്കെ ഇന്റർവ്യൂവിനെ മാത്രം ഒരു ബേസിസിൽ നിങ്ങളെ കയറുക എന്നുള്ള ഒരു ഇതൊന്നും വരുന്നില്ല. അതൊക്കെ ഒരു ക്വാളിഫയിങ് നേച്ചർ ആയിട്ട് മാത്രം വരുന്ന ഒരു ഇതാണ്. അതിലങ്ങനെ പ്രശ്നം വരുന്നില്ല കേട്ടോ. അത്യാവശ്യം നിങ്ങൾ തിരക്കടില്ലാത്ത രീതിയിൽ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്ത് പോകാനായിട്ട് പറ്റും. വേറെ വേറെ ഡീറ്റെയിൽസ് ഒന്നും വരുന്നില്ല. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചോദിക്കാം കേട്ടോ. വൺ ടൈം രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ലാസ്റ്റ് നോക്കിയിട്ട് അറിയാൻ പറ്റും. നമ്മൾ സൈറ്റിൽ കയറുക, സൈറ്റിൽ എങ്ങനെയാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് അതേപോലെ തന്നെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇനി ഇതിന്റെ ഇടയിൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഈ ഒരു കോഴ്സ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ വർഷവും നമ്മളൊരു സ്ഥാപനം, ഞാൻ പേഴ്സണലി ഞാൻ നയിച്ച എല്ലാ വർഷവും ജൂണിൽ ഞാൻ ഒരു കോഴ്സിന് ചെയ്യാറുണ്ട്. നമ്മൾ ഓഫ്ലൈൻ കോഴ്സ് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നുണ്ട്. വർഷത്തിൽ ഒരു കോഴ്സ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഈ മാസം 2 മാസം കൂടുമ്പോൾ അങ്ങനെയുള്ള ഇതൊന്നും ചെയ്യുന്നില്ല. എനിക്ക് നേരിട്ട് ക്ലാസ് എടുത്തത്, അത് എന്റെ 100% ഇൻവോൾവ്മെന്റ് കൊണ്ട് തന്നെ. പല സ്ഥാപനങ്ങളും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആ സ്ഥാപനമായിട്ട്, അല്ലെങ്കിൽ ആ സ്ഥാപനം നടത്തുന്ന ആൾക്കാർക്ക് ഇതുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. എന്താണ് SSC എക്സാം പോലും അറിയാത്ത പല ആൾക്കാരായിരിക്കും നമ്മൾ ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ ഈ ക്ലാസ്സുകൾ ചെയ്ത് കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ക്ലാസ് എടുക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും ചിലപ്പോൾ എക്സാം നിങ്ങളെ പോലെ തന്നെ എഴുതി ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുമായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും അവിടെയൊക്കെ നമുക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ, നിങ്ങൾ ഒരു UPSC പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ക്ലാസ്സുകളേക്കാൾ ഉപരിയായിട്ട് ഒരു നല്ലൊരു മെന്റർ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. മെന്റർ എന്ന് പറയുന്നത് എന്താണ് അർത്ഥം പറഞ്ഞത്? UPSC ക്രാക്ക് ചെയ്ത ഒരാളാണെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റും എങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഈ ഭഗവാൻ ഈ ശ്രീകൃഷ്ണൻ അർജുനന്റെ ഉപദേശങ്ങൾ കൊടുക്കുന്ന പോലെ കൃത്യമായിട്ട് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് ഇത് ആ മെന്റർഷിപ്പിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലാത്ത ആൾക്കാരൊക്കെ ജസ്റ്റ് ക്ലാസ് എടുത്ത് പോകണു, നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് പഠിക്കാമെങ്കിൽ പഠിക്കാം എന്നുള്ള രീതിയിലാണ് അത് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇതിനു വേണ്ടി സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ, കുറച്ച് നാൾ ഇതിന് വേണ്ടി ഒരു 6 months to 1 year എങ്കിലും നിങ്ങൾ ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കാൻ നിങ്ങൾ തയ്യാറാവണം. വേറെ ജോലിയിൽ നിന്നുകൊണ്ട് ഞാൻ ഇത് പഠിച്ചോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. രണ്ടും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ ഞാനൊരു കോമൺ പാർലൻസിലാണ് ഞാൻ പറയുന്നത്. കുറച്ച് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും എപ്പോഴും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് രീതിയിൽ കോഴ്സ് ചെയ്യുന്നുണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സസ് നമ്മൾ ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ്സും ചെയ്യുന്നുണ്ട്. ഓഫ്ലൈൻ ക്ലാസ് നമുക്ക് ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്ന സ്ഥലത്ത്, തൃശ്ശൂരാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. എന്റെ നേതൃത്വത്തിൽ, അതായത് 70% ക്ലാസ്സസും ഞാൻ തന്നെയാണ് നേരിട്ട് വന്ന് എടുക്കണേ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണൽ മെന്റർഷിപ്പും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്റെ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി അകലെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസിലൂടെ നമുക്ക് പഠിക്കാവുന്നതാണ്. ഒരുപാട് റിസൾട്ട്സ് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ SSC എക്സാംസ് മാത്രമല്ല, PSC എക്സാംസിലും തന്നെ നമുക്ക് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 2 വർഷം മുമ്പത്തെ, അതായത് 2023 2024 കാലഘട്ടത്തിലത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള അതിന്റെ അവാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഋഷിരാജ് സിംഗ് IPS നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ പേഴ്സണലി പോയി ഞാൻ അവാർഡ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ അത്യാവശ്യം നമ്മുടെ എത്ര കുട്ടികളുണ്ടെന്ന് വെച്ചാൽ ആ കുട്ടികളുടെ നമ്മൾ പറയില്ല, നമ്മുടെ എത്ര പേര് നമുക്ക് പാസ്സാക്കാൻ പറ്റുന്നു എന്നുള്ള റേഷ്യോയിലാണ് കാര്യം. 1000 പേര് എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിച്ചു, 10 പേർക്ക് കിട്ടുന്നതിനേക്കാൾ ബെറ്റർ റിസൾട്ട് എന്ന് പറയുന്നത് 30 പേര് പഠിക്കാൻ വന്നിട്ട് അതിൽ നിന്ന് ഒരു 10 പേർക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത്. ഈ SSC എക്സാംസ് മാത്രമല്ല, PSC എക്സാംസിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ നടത്തിയിരുന്നു. PSC എക്സാമിൽ നമ്മുടെ കോവിഡ് കഴിഞ്ഞിട്ട് നടന്ന PSC എക്സാമില് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നിരിക്കുന്നത് എന്റെ ഒരു സ്റ്റുഡൻസിന്റെയാണ്. ആ ഒരു ഒറ്റ എക്സാമിൽ നിന്ന് തന്നെ 1000-ൽ മേലെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു കേട്ടോ. ഓൺലൈൻ ക്ലാസ്സസിലൂടെ, അതായത് ട്രിവാൻഡ്രം മുതൽ നമ്മുടെ കാസർഗോഡ് വരെയുള്ള എല്ലാ മേഖലയിൽ നിന്നുള്ള 1000-ൽ പരം കുട്ടികൾക്ക് ഒരൊറ്റ എക്സാം, LDC എന്ന് പറയുന്ന ഒരൊറ്റ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് അതിന്റെ ചില സ്ട്രക്ചർ ഉണ്ട്, ചില സൂത്രപ്പണികളുണ്ട്. പിന്നെ അതിനൊപ്പം കൃത്യമായിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. ഒരു മെന്ററെ മാത്രം നമ്മൾ വിശ്വസിച്ച് നമ്മൾ വർക്ക് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊന്നും കാര്യം വരുന്നില്ല. നമ്മൾ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങൾ അതിനൊപ്പം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിന്റെ റിസൾട്ട് വരും. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ വർഷവും വർഷത്തിൽ ഒരു ബാച്ചാണ് നമുക്ക് വരുന്നത്. ആ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂണിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ജൂൺ അവസാനത്തോടു കൂടി ജൂലൈയോട് കൂടി നമ്മൾ പതുക്കെ ഫംഗ്ഷനിലായിരിക്കും നമ്മൾ. അപ്പോൾ
നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സസ് ഞാൻ പോയി ക്ലാസ്സസ് എടുക്കുന്നു. ഓൺലൈൻ ക്ലാസ്സസിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എല്ലാ ദിവസവും മീൻസ് നമുക്ക് ആഴ്ചയിൽ 4 ദിവസമാണ് നമുക്ക് ക്ലാസ്സസ് നമുക്ക് ഉണ്ടായിരിക്കാം. 4 ദിവസം എന്ന് പറയുമ്പോൾ അതിൽ 3 ദിവസം നമുക്ക് മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ് ആയിരിക്കും. വേറെ 4ാമത്തെ ദിവസം എന്ന് പറയുന്നത് GK സബ്ജക്റ്റ് ആയിരിക്കും വരും. അങ്ങനെ നമുക്കൊരു 1 ഇയർ നീണ്ടു നിൽക്കുന്ന കോഴ്സ് ആയിരിക്കും നമുക്ക് ഓൺലൈനിൽ ഉണ്ടാവുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അടുത്ത ജൂണോട് കൂടി നമ്മൾ ഫിനിഷ് ചെയ്യണം. നമുക്ക് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് പകുതിക്ക് ശേഷമായിട്ട് നമ്മുടെ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ 2 മാസം റിവിഷൻ കൂടെ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് കയറി പറ്റാവുന്ന ഒരു ബാച്ച് ആയിരിക്കും. 1 ഇയർ ആയിരിക്കും നമുക്ക് ഇതിന്റെ ഒരു കാലാവധി എന്ന് പറയുന്നത്. 1 ഇയർ എന്ന് പറയുമ്പോൾ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള പീരീഡ് ആണ് ഞാൻ 1 ഇയർ എന്ന് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആക്സസ് ആയിരിക്കും എന്റെ ക്ലാസ്സസ്. അതായത് 1 ഇയർ കഴിഞ്ഞു, നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലെങ്കിലും നിങ്ങൾ എന്റെ ഒരു ഭാഗം തന്നെയാണ്. ജോലി കിട്ടുന്നത് വരെ നിങ്ങൾ എന്റെ ഒരു പാർട്ടാണ്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സാർ എനിക്ക് ജോലി കിട്ടിയിട്ടോ, താങ്ക്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ വെച്ച് അവസാനിപ്പിക്കാം. പിന്നെ നിങ്ങളുമായിട്ട് ഒരു ബന്ധം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ജോലി കിട്ടാത്ത കുട്ടികളെ നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് പിടിച്ചു കയറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ 1 ഇയർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അൺലിമിറ്റഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഈ 1 ഇയറിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു 300 അവേഴ്സിന് മേലെ ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അതിന് മേലെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ക്ലാസ്സസ്, എണ്ണം ഞാൻ പറയുന്നില്ല, എത്ര ക്ലാസ്സസ് ഉണ്ടോ അത്രയും ക്ലാസ്സസ്, എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സസും നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടിയിരിക്കും. ഇനി ഓഫ്ലൈൻ ബാച്ചസ് ആണ്, നിങ്ങൾക്ക് വീടിനടുത്തുള്ള ആൾക്കാരാണെങ്കിൽ, അതായത് ഒരു 25-30 കിലോമീറ്റർ ഉള്ളിലുള്ള റേഡിയസിലുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, ഒരിക്കലും ഒരു ഓഫ്ലൈൻ ക്ലാസ്സിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഓൺലൈൻ ക്ലാസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇന്ന് പിന്നെ നിങ്ങൾക്ക് 1 മണിക്കൂറിന്റെ ക്ലാസ് എടുക്കുന്നു, ക്ലാസ് എടുത്ത് അവസാനിപ്പിക്കുന്നു, നിങ്ങൾ 2-3 ഡൗട്ട്സിനെ ക്ലിയർ ചെയ്യുന്നതല്ലാതെ, ഞാനിപ്പോ ഓഫ്ലൈൻ ബാച്ചിൽ ഒരു സ്റ്റുഡന്റ് അടുത്താണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ 1 മണിക്കൂർ നേരം അയാളുടെ ഡൗട്ട് റിസോൾവിന് വേണ്ടി ഞാൻ കൂടെ ഇരിക്കും. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. എന്റെ ക്ലാസ് കഴിഞ്ഞ് അവരും ഫ്രീ ആണ്, ഞാനും ഫ്രീ ആണെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള നിമിഷങ്ങളാണ്, ആ പേഴ്സണൽ മെന്റർഷിപ്പ് ആണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ UPSC എക്സാമിനോ ഒരു SSC എക്സാമിനോ ഇല്ലെങ്കിൽ റെയിൽവേ ബാങ്ക് എക്സാമിനോ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കോഴ്സ് കണ്ടന്റ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മെന്റർഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ ഉറപ്പാക്കുക, നിങ്ങളുടെ വീടിനടുത്താണ് നിങ്ങൾ ജോയിൻ ചെയ്തെങ്കിൽ പോലും നിങ്ങൾ ഉറപ്പാക്കുക നിങ്ങളുടെ മെന്റർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റണം. പല സ്ഥാപനങ്ങളും കേട്ടിട്ടുണ്ട്, ഈ മെന്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളെ പോലെ തന്നെ 1 വർഷം മുമ്പോ 2 വർഷം മുമ്പൊക്കെ എക്സാം എഴുതി തുടങ്ങിയ കൊച്ചു കുട്ടികളായിരിക്കും. ഞാൻ കുറ്റമായിട്ട് പറയില്ല, പക്ഷെ അവരെ സംബന്ധിച്ചും അവർക്ക് അവരുടെ പരിമിതികൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അവരിൽ നിന്നൊന്നും കിട്ടുന്നില്ല, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു പോകുന്നതല്ലാതെ നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റില്ല. അപ്പൊ നല്ല മെന്റർ ആണോ എന്നെ ഉള്ളതെന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതാണ്. നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് വേദ ടോപ്പർ എന്നാണ്. നിങ്ങൾ സ്ലൈഡ്സിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഗൂഗിളിൽ നിങ്ങളൊന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ റിവ്യൂസും കാര്യങ്ങളും നോക്കി അറിയാൻ പറ്റും. 4.9 റിവ്യൂസ് ആണ്. ഒന്നും പെയ്ഡ് റിവ്യൂസ് അല്ല. ആദ്യമേ തന്നെ പറയാം ഞാൻ, ഒന്നും പെയ്ഡ് റിവ്യൂസ് അല്ല. ആ റിവ്യൂസിന്റെ പാറ്റേൺ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഞാൻ ഒരാളോടും പറയാറില്ല നിങ്ങൾ എനിക്ക് വേണ്ടി റിവ്യൂ ചെയ്യണമെന്ന് പറയാറില്ല. നിങ്ങളുടെ മനസ്സിൽ എന്നെ കുറിച്ച് ഒരു നല്ല തോട്ട് ഉണ്ടെങ്കിൽ അത് മതി. എന്നെ കുറിച്ച് നിങ്ങൾക്ക് മോശമായിട്ടുള്ള തോട്ടാണെങ്കിലും അതും അങ്ങനെ നിന്നോട്ടെ. കാരണം നമുക്ക് വ്യക്തികളുടെ നമ്മുടെ തീരുമാനങ്ങൾ മാറ്റാനുള്ള ഒരു അധികാരം നമുക്കില്ല. എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന നിർബന്ധം വരുന്നില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെ റീൽസ് ഇടുക, നമ്മുടെ ഇതിന്റെ പോസ്റ്റ് ചെയ്യിക്കുക നമ്മള്, അല്ലെങ്കിൽ ഇവിടുന്ന് നിയമനം കിട്ടിയ ആൾക്കാരുടെ പോസ്റ്ററും അല്ലെങ്കിൽ റീൽസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ കിട്ടിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ഒരു ഗിമ്മിക്കിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് താല്പര്യമില്ല. 1000 പേര് പഠിച്ചിട്ട് ചിലപ്പോൾ 5 പേർക്ക് 10 പേർക്കായിരിക്കും മാക്സിമം സ്ഥാപനത്തിൽ കിട്ടും. ഈ 10 പേരും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നല്ല ശതമാനം അവർ ഇൻഡിവിജ്വലി പഠിക്കുന്ന ആൾക്കാരായിരിക്കും. അതായത് ഇപ്പൊ ഒരു 6 മാസത്തെ കോഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു 2 മാസത്തേക്ക് ക്ലാസ്സിൽ പോകുള്ളൂ. അത് കഴിഞ്ഞാൽ അവരവിടെ സ്റ്റോപ്പ് ചെയ്യും അവര്. പക്ഷെ റിസൾട്ട് വരുമ്പോൾ എന്താണ്, ഈ സ്ഥാപനം കയറി ഇടും, ഞങ്ങളുടെ അവിടെ 2 മാസം അത് പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇവർ കയറി ഇടും. നിങ്ങൾ UPSC-യിലൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന കാര്യമാണ് അല്ലെ, ഈ ഇന്റർവ്യൂ ബാച്ചസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. UPSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഇന്റർവ്യൂ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരു 7 ദിവസത്തിൽ 10 ദിവസം ട്രെയിനിങ്ങിന് വേണ്ടി ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത് അവസാനം അവർക്ക് സിവിൽ സർവീസ് റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥാപനം എന്ത് ചെയ്യും, ഞങ്ങളുടെ അവിടെ പഠിച്ച കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇവർ കയറി ഇതിലിടും. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ, അതായത് ഒരേ ആളുടെ പേര് തന്നെ പല പല സ്ഥാപനങ്ങളുടെ ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണുന്നത് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഗിമിക്സിലൊന്നും ഇത് വരുന്നില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ജോയിൻ ചെയ്യാം. എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള വലിയ അവകാശവാദങ്ങളൊന്നുമില്ല, മാക്സിമം എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള എന്റെ അനുഭവങ്ങളും എന്റെ ഒരു മെന്റർഷിപ്പും തീർച്ചയായിട്ടും കിട്ടും. ഒരു 30 കിലോമീറ്റർ റേഡിയസിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു 6 മാസത്തിൽ നമ്മുടെ ക്ലാസ്സസിൽ ഡയറക്റ്റ് ആയിട്ട് വന്ന് അതിന്റെ ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾ നേടേണ്ടതാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും വരുന്നുണ്ട്. ഞാനായിരിക്കും നിങ്ങളുടെ പേഴ്സണൽ മെന്റർ എന്ന് പറയുന്നത്. എന്റെ ഒരു ക്രെഡൻഷ്യൽസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, നിങ്ങൾക്കൊരു ഉറപ്പ് വരാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരാൾ ഈ ഒരു എക്സ്പീരിയൻസിലൂടെ പോയ ഒരാളായതുകൊണ്ട് നിങ്ങൾക്കും അത് ഇതാവാൻ പറ്റും. നിങ്ങളൊക്കെ എന്നേക്കാളും നല്ല ലെവലിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ അനിയനൊക്കെ എങ്ങനെയായിരുന്നു, അനിയനൊക്കെ ഇപ്പൊ നല്ല ലെവലിലേക്കാണ് എത്തിയതെന്നാണ്.
നിങ്ങൾക്ക് അതേപോലെ വരണം. പക്ഷെ നിങ്ങൾ ഇപ്പൊ തുടങ്ങി പിച്ച വെച്ച് തുടങ്ങുന്ന കുട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള മാക്സിമം ഹെൽപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. കോഴ്സിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇത് എന്റെ പേഴ്സണൽ നമ്പർ ആണ് കേട്ടോ. പേഴ്സണൽ നമ്പർ ആണ്. നിങ്ങൾ അത് വെച്ചിട്ട് നിങ്ങൾ വിളിക്കാൻ നിൽക്കണ്ട. വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം ഞാൻ ഈ കേരളത്തില് അങ്ങോളം ഇങ്ങോളം പല സ്ഥാപനങ്ങളിലും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ ക്ലാസ്സിലാണെങ്കിൽ ഇത് എടുക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ നമ്പറിലേക്ക് ഒരു വാട്സ്ആപ്പ് ഇട്ട് വയ്ക്കുന്നത് കേട്ടോ. ഒരു 100% മെസ്സേജസിനും റിപ്ലൈ ഞാൻ പരമാവധി ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾ കോഴ്സ് സംബന്ധമായിട്ടോ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്റെ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ട്സ് എന്നെ കൊണ്ടാവുന്ന സഹായങ്ങൾ ഞാൻ ചെയ്ത് തരുന്നതായിരിക്കും. ക്ലിയർ ആണ്? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചോദിച്ചു. ഓൺലൈൻ ക്ലാസ്സസ് റെക്കോർഡഡ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് ലൈവ് ആണോ വേണ്ടത്? നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ തീർച്ചയായിട്ടും തരുന്നതാണ്. നിങ്ങളുടെ ചോയ്സ്, നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരും. ഞാൻ ഇതിന്റെ വേറൊരു കാര്യം പറഞ്ഞുതരാം. ലൈവ് ക്ലാസ്സിലുള്ള ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് നമ്മൾ ഒരു ടോപ്പിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യലും ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് കറക്റ്റ് ആയിട്ട് നമുക്ക് തീർക്കാനായിട്ട് പറ്റില്ല, അല്ലെ? ഇപ്പൊ റെക്കോർഡഡ് ക്ലാസ് ആണെങ്കിൽ പോലും, ഇപ്പൊ ലൈവ് ആണെങ്കിലും റെക്കോർഡഡ് ആണെങ്കിലും നമ്മൾ പഴയ ക്ലാസ് എടുത്തു വെച്ച് തരുന്ന പരിപാടി അവിടെ ഇല്ല എന്നുള്ളതാണ്. ഇന്ന് തന്നെ ക്ലാസ് ചെയ്ത് ഞാനിപ്പോ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഒരു റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് തരുന്നെങ്കിലും നിങ്ങളുടെ ടൈം എന്ന് പറയുന്നത് രാത്രി 7 മണിക്കായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഇന്ന് രാത്രി 7 മണിക്കാണ് കിട്ടുന്നതെങ്കിലും ഞാൻ ആ ക്ലാസ്സിൽ ഇപ്പൊ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക ഇന്ന് രാവിലെ ഇന്ന് ഉച്ചയ്ക്കും ആയിരിക്കും കിട്ടും. അപ്പൊ ഫലത്തിൽ പറയുകയാണെങ്കിൽ അതൊരു ലൈവ് ക്ലാസ് പോലെ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ 1 മണിക്കൂർ നേരം നമുക്ക് സംസാരിക്കുമ്പോൾ ഇപ്പൊ ഈ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. കാരണം നമ്മൾ സിലബസ് ഡിസ്കഷൻ നമ്മൾ നടത്തുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? 1 മണിക്കൂർ ക്ലാസ് ഉണ്ടെങ്കിൽ സാറ് വന്നിട്ട് 1 മണിക്കൂറും ടോപ്പിക് തന്നെ ഡിസ്കസ് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കും, അല്ലെ? ഒരു 15 മിനിറ്റ് നേരം ഞാൻ വർത്താനം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട്സ് ആയിരിക്കും ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡിസ്ട്രാക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ സെപ്പറേറ്റ് ക്ലാസ്സസ്, അതായത് ഈ പറഞ്ഞ നമ്പർ ഓഫ് ക്ലാസ്സസ് കൂടാതെ തന്നെ എനിക്ക് എന്റെ ഡിസിഷൻ അല്ലേ, എനിക്ക് എത്ര ക്ലാസ്സസ് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നുകയാണ് ഓക്കെ നമ്മളൊരു 3-4 ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇത് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പഠിക്കാൻ തന്നു കഴിഞ്ഞാൽ ഇത് ബേസ് ചെയ്തുകൊണ്ട് ഒരു റിവിഷൻ ക്ലാസ് പോലെയൊക്കെ നമുക്ക് നടത്താം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കുന്നില്ലെങ്കിൽ ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരും. നമുക്ക് ഒരു കമ്മ്യൂണിക്കേറ്റീവ് എന്നുള്ള രീതിയിലുള്ള ക്ലാസ്സസ് നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടെ നമുക്ക് നടത്താൻ പറ്റും. ഞാൻ ഉദ്ദേശിക്കുന്നതാണ് പരമാവധി ലൈവ് ക്ലാസ്സസും റെക്കോർഡ് ക്ലാസ്സസും കൂടെ മിക്സ് ചെയ്തുകൊണ്ട്. റെക്കോർഡ് ക്ലാസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു 6 മാസമോ 1 കൊല്ലം പഴക്കമുള്ള ക്ലാസ്സസ് ഒന്നും എന്തായിരുന്നു ലൈവായിട്ട് ചൂടപ്പം പോലെ രാവിലെ ഉണ്ടാക്കിയത് വൈകിട്ട് കഴിക്കാന്ന് പറയുമ്പോൾ എത്ര ബുദ്ധിമുട്ടില്ലല്ലോ. നമ്മൾ ചിക്കൻ കറിയൊക്കെ നമ്മൾ രാവിലെ ഉണ്ടാക്കി ചിക്കൻ കറി നമ്മൾ വൈകിട്ട് നമ്മൾ കഴിക്കുന്നില്ല, അത്രേ ഉള്ളൂ. മാക്സിമം അത്രയാണ് നമ്മുടെ റെക്കോർഡ് ക്ലാസ്സസിൽ ഇത് വരുന്നത്. അങ്ങനെ ആകുമ്പോൾ എന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ കൂടുതൽ നമ്മൾ ക്ലാസ്സസ് നമുക്ക് തരാനായിട്ട് പറ്റും. ഇപ്പൊ നാളെ ശനിയാഴ്ച എനിക്ക് ഫ്രീ ആണെന്ന് വിചാരിക്കുക. ഞാൻ ചിലപ്പോൾ എന്താ വെച്ചാൽ നാളെ ഒരു 3-4 ക്ലാസ്സസ് നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് ചെയ്ത് വയ്ക്കും. ഈ 4 ക്ലാസ്സും നിങ്ങൾക്ക് ഞാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ ബെനിഫിറ്റ് അല്ലേ? ഇനി ഞാനിപ്പോ ലൈവ് ആയിട്ട് മാത്രമേ തരുന്നുള്ളൂ. ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യും, നാളെ വൈകിട്ട് 7 മണിക്കാണ് ക്ലാസ് വരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് 7 to 8 വരെ ഒരു ലൈവ് മാത്രം കിട്ടും. അപ്പൊ നാളെ 7 to 8 വരെ ഒരു ലൈവ് കിട്ടുന്നേക്കാൾ നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും ചിലപ്പോൾ നാളെ ഒരു 3-4 നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടും. അപ്പൊ നമുക്ക് അതിന്റെ രണ്ടിന്റെയും കൂടി ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തു പോവാം. ഞാൻ മാക്സിമം നിങ്ങൾക്ക് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സ് അതേപോലെ ഇംഗ്ലീഷ് റീസണിങ് ഈ 3 സബ്ജക്ട്സും നിങ്ങൾക്ക് ഞാൻ തന്നെ ഏറ്റവും എടുക്കുക. GK സബ്ജക്ട്സ് ആയിരിക്കും നമുക്ക് പുറത്തുനിന്ന് വേറെ ടീച്ചേഴ്സ് ഒന്ന് എടുക്കുക. പരമാവധി നമുക്ക് ലൈവ് ക്ലാസ്സസ് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനൊപ്പം തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൺസ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജോലി കിട്ടാനായിട്ട് ക്ലാസ്സുകളിൽ മാത്രം കൊണ്ട് നിങ്ങൾക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഈ ഓൺലൈൻ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. നിങ്ങളൊക്കെ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണ്. നിങ്ങളെ ഒന്ന് കമ്പൈൻ ചെയ്യിപ്പിച്ച് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ്. ഞാൻ PSCക്ക് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ക്ലാസ്സസ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ അന്ന് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ടെലിഗ്രാം ഒക്കെ അന്ന് വന്നു നിൽക്കുന്ന സമയമായിരുന്നു. ടെലിഗ്രാം ചാനൽ ഞാൻ ചെയ്തിട്ട് ഞാൻ ഈ ഓരോ കുട്ടികളും ഞാൻ 30 കുട്ടികളുടെ ബാച്ചായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. ഈ 30 കുട്ടികളും തമ്മിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ആക്ടിവിറ്റീസിലൂടെ ഞാൻ ഒരു പരിചയം ഉണ്ടാക്കി വെച്ചു. അപ്പൊ കണ്ണൂരുള്ള രേഷ്മ എന്ന് പറയുന്ന കുട്ടിയും ട്രിവാൻഡ്രത്തുള്ള അർജുൻ എന്ന് പറയുന്ന കുട്ടിയും അവർ ഫ്രണ്ട്സ് ആയിരുന്നതാണ്. അപ്പൊ അവര് തമ്മിൽ എന്താണ് പരസ്പരം നല്ലൊരു ബോണ്ടിങ് ആയിപ്പോ എന്തായി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പഠിക്കാനുള്ളതും അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഷെഡ്യൂൾ ചെയ്ത് അർജുൻ പറയാണ് ഞാൻ GK സ്ട്രോങ് ആണ്, അപ്പൊ ഞാൻ നാളെ 6 മണിക്ക് നിങ്ങൾക്ക് ഒരു സെഷൻ ഞാൻ വെക്കാം, ഞാൻ ക്ലാസ് എടുക്കാൻ നോക്കും, ഞാൻ പഠിച്ച് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് വെക്കാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ അവർക്ക് ഒരു കോൺഫിഡൻസ് വരികയാണ്. ബാക്കിയുള്ള കുട്ടികൾ അതൊക്കെ കേട്ടിരിക്കും.
അപ്പൊ രേഷ്മ പറയാണ് ഞാനൊരു കാര്യം നാളെ ഞാൻ മാത്സിന്റെ ചെറിയ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് പോൾസ് ഇന്ന ടോപ്പിക്കിന്റെ ബേസ് ചെയ്തിട്ട് കുറച്ച് പോളുകൾ ഞാൻ ഇടാമെന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലാസ്സുകളുടെ ഒപ്പം തന്നെ ഈ പറഞ്ഞ വർക്കും കൂടെ അവരുടെ ഭാഗത്ത് നടക്കുമ്പോഴാണ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് അവിടെ വരുന്നത്. അങ്ങനെ പഠിച്ചത് കൊണ്ടാണ് ആ കുട്ടികളൊക്കെ ഇന്ന് നല്ല നിലയിൽ ഇന്നിപ്പോ ഇപ്പൊ ഒരു നമ്മുടെ 10th ലെവൽ LDC എക്സാം ആണ് എഴുതിയെങ്കിൽ പോലും അതിലത്തെ ഒരു 70-80% പിള്ളേരുകളും ഇന്ന് ഡിഗ്രി ലെവൽ യോഗ്യതയുള്ള ജോലികൾ ചെയ്യാണ്. അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ ആയിട്ട്. അതിൽ എന്റെ ഒരു പെട്ടായിട്ട് സ്റ്റുഡന്റ് ഉണ്ട്. ആ കുട്ടിക്ക് യൂണിവേഴ്സിറ്റിയിൽ ആ കുട്ടിക്ക് സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടിയിട്ട് ഒരു ദിവസം എന്നെ ആ കുട്ടി ഇൻവൈറ്റ് ചെയ്തു. സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിൽ പോയി എനിക്ക് കാണാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് കാണിച്ചു തന്നു ഇവിടെയാണ് മുഖ്യമന്ത്രി ഇരിക്കുന്ന ചെയർ എന്ന് പറയുന്നത്. ഇവിടെ പ്രതിപക്ഷ നേതാവ് അവിടെ ഇരിക്കും. അപ്പൊ അതൊക്കെ അതിനുള്ളിൽ പോയി കാണിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് അതിനുള്ളിൽ കയറാൻ പറ്റിയില്ല, പക്ഷെ എന്റെ സ്റ്റുഡന്റിലോടേക്ക് കയറാൻ പറ്റുന്നതാണ്. അങ്ങനെ കുറെ ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ഓൺലൈൻ ക്ലാസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓഫ്ലൈൻ ക്ലാസ്സസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതായത് 19-ാം തീയതി വരെയാണ് നമുക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് വരുന്നത്. അത് കഴിഞ്ഞാൽ വരുന്ന മൺഡേ തൊട്ട് തന്നെ നമുക്ക് നമ്മുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഈ ക്ലാസ്സിൽ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ പുതിയ ക്ലാസ്സിലും പറയില്ല. നമ്മൾ ടോപ്പിക് വൈസ് തൊട്ട് നമ്മൾ നേരെ നമ്മൾ ക്ലാസ് എടുത്ത് നമ്മൾ പോവുകയാണ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ വീട് അടുത്താണ്, അടുത്തെന്ന് പറയുമ്പോൾ ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളപ്പോ അങ്ങനെ വിചാരിക്കരുത് എനിക്കൊരു 1 മണിക്കൂർ നേരത്തേക്ക് യാത്രയുണ്ടല്ലോ അപ്പൊ എനിക്ക് ഓൺലൈനല്ലേ ബെറ്റർ എന്ന് ചിന്തിക്കരുത്. 100% നിങ്ങൾക്ക് ആ 1 മണിക്കൂർ നേരത്തെ യാത്ര എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല. കാരണം ഒരു ഓൺലൈൻ ക്ലാസ്സിൽ കൊടുക്കുന്നതിന്റെ ഒരു 6 ടൈംസ് എങ്കിലും എഫക്ട് എന്ന് പറയുന്നത് ഓഫ്ലൈനിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും കോഴ്സിൽ നിങ്ങൾ ഓഫ്ലൈനിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അംഗീകരിക്കുന്ന സത്യമാണ്. ഓൺലൈൻ അതിന്റെ പരിമിതികൾ ഉള്ളതുകൊണ്ടാണ്. ക്ലാസ്സുകൾ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഏത് സ്ഥാപനം നടത്തിയാലും അതിന്റെ പരിമിതികളുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്കാണെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്, വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ എനിക്ക് രാത്രി കുറച്ച് നേരം മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഒരു ദിക്കിൽ പോയി പഠിക്കാനുള്ള ഓപ്ഷൻ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ എന്നുള്ളൊരു ഇതന്നെ എടുക്കുക. അവേഴ്സ് ഒക്കെ സെയിം തന്നെയാണ്. നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ കിട്ടുന്ന അത്രയും അവേഴ്സ് തന്നെയാണ് ഓൺലൈനിൽ വരിക. ആകെ വ്യത്യാസം എന്താ വെച്ചാൽ ഓഫ്ലൈൻ ക്ലാസ് 6 മന്ത്സിന്റെ കോഴ്സ് കൊണ്ട് 6 മന്ത്സ് കൊണ്ട് തന്നെ നമുക്ക് സിലബസ് കവർ ചെയ്ത് 6 മാസത്തെ റിവിഷൻ ചെയ്യാനുള്ള സമയം കിട്ടും. ഓൺലൈനിൽ നമ്മൾ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 1 ഇയർ ത്രൂ ഔട്ട് ആയിട്ട് നമുക്ക് ഒരു 11 മന്ത്സോളം നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് അവസാനം എക്സാമിന്റെ സമയത്ത് ഒരു 1 മന്തിൽ 1.5 മാസമൊക്കെ ആയിരിക്കും നമുക്ക് റിവൈസ് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചോദിച്ചോളൂ. എവിടെയാണ് വിവോ V2308 വീട് വരുന്നത്? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ. നമുക്കത് ഇന്നത്തെ ക്ലാസ്സിലൂടെ ക്ലിയർ ചെയ്യാം. നമ്മൾ ഇനി അടുത്ത ക്ലാസ്സസ് തൊട്ട് നമ്മൾ ഇനി ഓരോ സബ്ജക്ട്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമുക്ക് അതിന്റെ സൂത്രപ്പണികൾ നോക്കാം. അപ്പൊ മാത്സ് നിങ്ങളുടെയൊക്കെ സ്കില്ലുകൾ എനിക്കൊന്ന് അറിയണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതായത് ഒരു ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരുന്നത് അല്ലാതെ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത്, നിങ്ങളുടെ തെറ്റുകൾ എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് എന്റെ ഇനീഷ്യൽ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു എക്സാം കിട്ടാത്തത്, നിങ്ങൾ സ്കൂൾ ലെവലിൽ പഠിച്ചു വന്ന നിങ്ങളുടെ മിസ്റ്റേക്സ് എന്താണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് അത് റെക്ടിഫൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ അത് റെക്ടിഫൈ ചെയ്ത് പോകാറുണ്ട്. ഇപ്പൊ ഓഫ്ലൈനിലാകുമ്പോൾ പേഴ്സണൽ ഒരു അടുപ്പം നമുക്ക് ഉണ്ടായിരിക്കും. ഓൺലൈനിലാകുമ്പോൾ എനിക്ക് ജസ്റ്റ് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. നിങ്ങളത് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അപ്പൊ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇനിയിപ്പോ നാളെ നമുക്ക് ക്ലാസ് ഉണ്ടാവില്ല. ഇനിയിപ്പോ നമുക്ക് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി 5 ദിവസം നമുക്ക് ഈ വർക്ക്ഷോപ്പിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഫ്രീ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് വരുന്ന മൺഡേ തൊട്ടാണ് നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ബാച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അടുത്ത 5 ദിവസം ഫ്രീ ക്ലാസ്സിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്ട്സ്, ഇപ്പൊ മാത്സ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും എന്റെ സബ്ജക്ട്സിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഓരോ ടോപ്പിക്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ ഞാൻ ചെറിയ സാമ്പിൾ ക്ലാസ്സസ് നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ചെറിയൊരു ഐഡിയ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ 100% നിങ്ങൾക്ക് എന്നെ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്റെ കൂടെ പോരാം. എന്നെ ട്രസ്റ്റ് ഇല്ലെങ്കിൽ എനിക്ക് ഒരു വിരോധമില്ല. കാരണം അത് നിങ്ങളുടെ ഡിസിഷനാണ്. നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുന്നു. അത് എങ്ങനെ ആവണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ജോലിക്ക് കയറിയപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഞാൻ ഇതുപോലെ ക്ലാസ്സസ് എടുത്ത് എന്റെ പ്രൊഫഷൻ ഇതിലേക്ക് മാറും എന്നുള്ളത്. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു നിമിഷം ഇതായതുകൊണ്ട് ഞാൻ ഇത് വളരെ ആസ്വദിച്ച് അത് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് നോ റിഗ്രറ്റ്സ്. ക്ലിയർ ആണ്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് മക്കളെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ. നമുക്ക് നമ്മുടെ ക്ലാസ്സസ് നമുക്കൊന്ന് വൈൻഡ് അപ്പ്. എന്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. താഴെ കാണുന്ന നമ്പർ പേഴ്സണൽ നമ്പർ ആണ്. സേവ് ചെയ്ത് വെക്കുക. ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. ഒരു പരിചയമില്ലാത്ത വ്യക്തിയാണല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണ് മെസ്സേജ് ഒന്നും വിചാരിക്കേണ്ട. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കുട്ടികളായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ കുട്ടികളുടെ ഡൗട്ട്സ് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഇമീഡിയറ്റ് ആയിട്ട് മെസ്സേജിന്റെ റിപ്ലൈ കിട്ടണമെന്ന് ചിലപ്പോൾ വിചാരിക്കരുത്. അങ്ങനെ ആവണമെന്ന് പറ്റണമെന്നില്ല. കാരണം വേറെയും പല ക്ലാസ്സസ് ഉള്ളത് കൊണ്ട്
ചിലപ്പോൾ അതിന്റെയൊക്കെ ഇടയിൽ കൂടെയൊക്കെ ഒന്ന് എങ്കിൽ പോലും പരമാവധി ഞാൻ മാക്സിമം മെസ്സേജസ് തരാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോഴും കുറച്ച് കുട്ടികൾ മെസ്സേജ് അയച്ചിരുന്നു. എല്ലാവർക്കും ഞാൻ മെസ്സേജിന് റിപ്ലൈ ഞാൻ കൊടുത്തു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചോളൂ, സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ക്ലിയർ ആണ്? അപ്പൊ ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് നിങ്ങൾക്കൊരു റിവ്യൂ ഒരു വരിയിൽ നിങ്ങൾ അടിച്ചു തരികയാണെങ്കിൽ എനിക്ക് എന്നെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരം കൂടിയാണ്. നിങ്ങളൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഗ്രൂപ്പിൽ ഇട്ടാലും മതി, ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലി നിങ്ങൾ മെസ്സേജ് ചെയ്താലും മതി, എങ്ങനെയാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ, ഞാൻ പറയുന്നതൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ടല്ലോ. എനിക്ക് ഓഫ്ലൈൻ ആകുമ്പോൾ എനിക്ക് നിങ്ങളെ പിടിക്കാൻ പറ്റും, നിങ്ങളുടെ കണ്ണിൽ നിന്ന് നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് പിടിക്കും. ഇത് പക്ഷെ എനിക്ക് അറിയില്ല നിങ്ങൾ എവിടെയാ ശ്രദ്ധിച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോ ടി വി കണ്ടുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇപ്പൊ ഫുട്ബോൾ കളിയുടെ ഹൈലൈറ്റ്സ് കണ്ടുകൊണ്ടാണോ നിങ്ങൾ ക്ലാസ് കാണുന്നതെന്നും എനിക്ക് വ്യക്തത ഇല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ നന്നായിരുന്നു. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സന്തോഷത്തോടു കൂടിയാണ് നമുക്ക് ക്ലാസ്സിലേക്ക് വേണ്ടി. വേറെ ആരുടെയും മെസ്സേജസ് ഒന്നും ഞാൻ കണ്ടില്ല. അപ്പൊ മക്കളെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ താങ്ക് യു. എന്റെ കഴിഞ്ഞ ഒരു 1.5 മണിക്കൂർ നേരം മനോഹരമാക്കിയതിൽ എല്ലാവരോടും ഞാൻ എന്റെ അകമഴിഞ്ഞ് നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മറക്കണ്ട, നമ്പർ സേവ് ചെയ്ത് വെക്കുക. ഒരു പേഴ്സണൽ മെന്ററായിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ശ്രമം എന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. മെസ്സേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ അയച്ചോളൂ. അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ് നമുക്ക് വരുന്നത് എന്താണ്, നോട്ട് ചെയ്ത് വെക്കുക. മൺഡേ ആണ് ക്ലാസ് വരുന്നത്. നിങ്ങളുടെ തെറ്റുകളെ ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള കോൺഫിഡൻസ് തന്ന് നിങ്ങളെ ഞാൻ പാതാളത്തിൽ ഇറക്കുന്ന ഒരു ടൈപ്പ് അധ്യാപകനല്ല. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ആ തെറ്റുകളെ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു അധ്യാപകനാണ്. മൺഡേ ഇതേ സമയത്ത് തന്നെ 7 മണി തൊട്ട് 8 മണി വരെ ഒരു പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. അപ്പൊ അതുവരെയും താങ്ക് യു സോ മച്ച് ആൻഡ്